ഹലോ, ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മളപ്പോൾ ഇന്ന് ഈ ഒരു ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നത് നിങ്ങളുടെ BSO G171 എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പേപ്പർ, ഇന്ത്യൻ സൊസൈറ്റി ഇമേജസ് ആൻഡ് റിയാലിറ്റീസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇന്ത്യൻ സൊസൈറ്റി പേപ്പറിലെ ഫസ്റ്റ് ബ്ലോക്കിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിരിക്കും നമ്മൾ ഇന്ന് എടുക്കുക. നിങ്ങൾക്ക് ഈ ഒരു പേപ്പറിൽ പ്രധാനമായിട്ടും 3 ബ്ലോക്സ് ആണ് വരുന്നത്. അതിൽ ഓരോ ബ്ലോക്സിലും 3 or 4 ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ബ്ലോക്കിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ബ്ലോക്ക് ഐഡിയാസ് ഓഫ് ഇന്ത്യ എന്നുള്ളതാണ്. അതിലെ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുമ്പോൾ സിവിലൈസേഷൻ ആൻഡ് കൾച്ചർ ഇതാണ്. അപ്പൊ ഇതിൽ പ്രധാനമായിട്ടും ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് ഒരു ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ ആണ്. ഈ ഒരു മൊത്തത്തിൽ ഈ ഒരു പേപ്പറിൽ എന്താണ് നമ്മൾ നോക്കാൻ പോകുന്നത്, എന്താണ് നമ്മൾ സ്റ്റഡി ചെയ്യാൻ പോകുന്നത് എന്നതിന്റെ ഒരു ഇൻട്രോ അത്രമാത്രമാണ് ഈ ഒരു ഫസ്റ്റ് ചാപ്റ്റർ വരുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് ഇന്ത്യൻ സൊസൈറ്റി എന്ന് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സബ് ടോപ്പിക്സ് അത്രയാണ് ഈ ഒരു ചാപ്റ്റർ. അപ്പൊ അതില് യൂണിറ്റ് ഫസ്റ്റിന്റെ പേര് വരുന്നത് സിവിലൈസേഷൻ ആൻഡ് കൾച്ചർ എന്നാണ്. ഇതിൽ പ്രധാനമായിട്ടും വരുന്ന ടോപ്പിക്സ് അത് തന്നെയാണ്. സിവിലൈസേഷൻ എന്താണ്, അതേപോലെ തന്നെ കൾച്ചർ എന്താണ് എന്ന് പറഞ്ഞിട്ട് അത് പഠിക്കാനുള്ള കുറച്ച് അപ്രോച്ചസും കൂടിയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്ത്യൻ സൊസൈറ്റിയെ കുറിച്ചിട്ട് നമ്മൾ ഫസ്റ്റ് കേൾക്കുന്ന സമയത്ത്, ഇന്ത്യൻ സൊസൈറ്റി എന്ന് കേൾക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലെ. അതായത് ഇന്ത്യ എന്ന് പറയുമ്പോൾ വൺ ഓഫ് ദി ഓൾഡസ്റ്റ് സിവിലൈസേഷൻ ഇൻ ദ വേൾഡ് ആണ്. ലോകത്തിലെ തന്നെ വളരെ പഴക്കം ചെന്ന ഒരു സിവിലൈസേഷൻ ആണ് ഇന്ത്യയുടെ ആ ഒരു സിവിലൈസേഷൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുള്ള പോലെ തന്നെ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നുള്ളത് ഇന്ത്യയുടെ ഒരു പ്രധാനപ്പെട്ട ഫീച്ചറാണ് അല്ലെ. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി ഒന്നും ഞാൻ അധികം ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അതൊക്കെ നിങ്ങൾ ചെറിയ ഹിസ്റ്ററി ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ സിവിലൈസേഷൻ എന്താണ് എന്നുള്ളത് നമ്മൾ വരുന്ന ആ ഒരു സ്ലൈഡ് എത്തുമ്പോൾ നമ്മൾ അത് ഡിസ്കസ് ചെയ്യാം. പിന്നെ ഇന്ത്യൻനെസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇന്ത്യക്കാർക്ക് അവരുടേതായ ഒരു ഐഡന്റിറ്റി ഉണ്ട് അല്ലെ. അതായത് ഞാനൊരു ഇന്ത്യൻ ആണെന്ന് നമ്മൾ അഭിമാനത്തോടു കൂടി പറയും. അപ്പൊ അതുപോലെ തന്നെ എല്ലാ ഇന്ത്യക്കാർക്കും ആ ഒരു വികാരം ഉണ്ടായിരിക്കും. ആ ഒരു ടൈപ്പ് ഓഫ് ആ ഒരു വികാരം അല്ലെങ്കിൽ ആ ഒരു ഐഡന്റിറ്റിയാണ് നമ്മൾ ഇന്ത്യൻനെസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ. പിന്നെ ഇന്ത്യയുടെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് അറിയാം. ഇന്ത്യയിൽ ഒരുപാട് ഡൈവേഴ്സിറ്റീസ് ഉണ്ട്. ജോഗ്രഫിക്കൽ ആയിക്കോട്ടെ, ഉണ്ട്. നമുക്കറിയാം സൗത്ത് ഇന്ത്യ തന്നെ എടുത്തു കഴിഞ്ഞാൽ കേരളത്തിലെ ഒരു കൾച്ചർ അല്ല എവിടെ ഉള്ളത്, തമിഴ്നാട്ടിലുള്ളത്. തമിഴ്നാട്ടിലെ ഒരു കൾച്ചർ അല്ല എന്താണ് കർണാടകയിലുള്ളത്. ഇതിപ്പോ സൗത്തിന്റെ കാര്യം മാത്രമേ. ഇനി നോർത്തിലേക്ക് വരുമ്പോഴോ സൗത്തും നോർത്തും എൻറ്റയർലി ഡിഫറെന്റ് ആണ് അല്ലെ. അപ്പൊ ലാംഗ്വേജിന്റെ കാര്യം, ഫുഡിന്റെ കാര്യം, റിലീജിയന്റെ കാര്യം, അങ്ങനെ ഒരുപാട് എലമെന്റ്സ് എടുത്തു നോക്കിയാൽ എല്ലാ എലമെന്റ്സിന്റെ കാര്യത്തിലും ഇന്ത്യയിലെ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വേറൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൽ നിന്ന് വളരെയധികം വ്യത്യസ്തരായിട്ടാണ് ഉള്ളത്. ഇതിനെയാണ് നമ്മൾ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇന്ത്യയുടെ ആ ഒരു ഹിസ്റ്ററി നമുക്കറിയാം. 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. അതിന് മുമ്പായിട്ട് ഇന്ത്യയിൽ ഒരുപാട് മൈഗ്രൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് മൈഗ്രൻസ് നമ്മളെ റൂൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്രഞ്ചുകാര്, ഡച്ചുകാര്, ബ്രിട്ടീഷുകാര് തുടങ്ങിയ ഒരുപാട് ആളുകൾ നമ്മളെ എന്താണ് ഭരിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെയൊക്കെ ഒരു കൊളോണിയൽ റൂളിന്റെ കീഴിൽ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ഹിസ്റ്ററി ഒക്കെ പഠിച്ചു കഴിഞ്ഞാലേ നമുക്ക് ഇന്ത്യൻ സൊസൈറ്റിയെ കുറിച്ചിട്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇന്ത്യൻ സൊസൈറ്റിയുടെ ഒരു എവല്യൂഷനെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഇന്ത്യയുടെ ഹിസ്റ്ററി മനസ്സിലാക്കണം. എവല്യൂഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, അത് ആ ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആയിട്ട്, അതായത് ആ ഒരു പാസ്റ്റ് ടൈം മുതൽ ഇപ്പൊ നമ്മൾ എത്തി നിൽക്കുന്ന ആ ഒരു ടൈം വരെയുള്ള ആ ഒരു കണ്ടിന്യൂസ് ചേഞ്ചസ് ഉണ്ടാവും സൊസൈറ്റിയിൽ. ആ ഒരു ചേഞ്ചിനെയാണ് നമ്മൾ എവല്യൂഷൻ എന്ന് വിളിക്കുന്നത്. ആ ഒരു എവല്യൂഷനെ നമ്മൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ ഹിസ്റ്ററിയെ നമ്മൾ മനസ്സിലാക്കണം എന്നാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് ഈ ഒരു ചാപ്റ്ററിലെ മെയിൻ ടോപ്പിക് ആയിട്ടുള്ള സിവിലൈസേഷൻ എന്താണെന്ന് നോക്കാം. സിവിലൈസേഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അത് മലയാളത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നാഗരികത എന്നാണ് അതിന്റെ ഒരു മലയാളം. അപ്പോൾ നമ്മൾ ആ ഒരു സിവിലൈസേഷൻ എന്നുള്ള ആ ഒരു വാക്ക് വന്നിട്ടുള്ളത് സിറ്റിസൺ എന്ന് സിവിസ് എന്ന് പറയുന്ന ആ ഒരു ലാറ്റിൻ വേർഡിൽ നിന്നാണ്. ആ ഒരു ലാറ്റിൻ വേർഡിന്റെ മീനിങ് ഇംഗ്ലീഷിൽ നോക്കുമ്പോൾ അതിന് സിറ്റിസൺ അല്ലെങ്കിൽ ടൗൺസ്മാൻ എന്നൊക്കെ ആണ് അതിനർത്ഥം വരുന്നത്. ടൗൺസ്മാൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടായിരിക്കും. അതായത് ഒരു അർബൻ
സെറ്റിങ്ങിൽ, ഒരു ടൗണിൽ അല്ലെങ്കിൽ സിറ്റീസിൽ ജീവിക്കുന്ന ആളുകളെ നമ്മൾ ടൗൺസ്മാൻ എന്ന് പറയും. അപ്പൊ അതാണ് ഈ ഒരു സിവിസ് എന്നതിന്റെ ആ ഒരു വേർഡ് മീനിങ്. അതാണ് ഈ ഒരു സിവിലൈസേഷൻ എന്നുള്ള വാക്ക് വന്നിട്ടുള്ളത്. ഈ ഒരു നമ്മുടെ പൂർവികരായിട്ടുള്ള ആളുകളൊക്കെ എങ്ങനെയായിരുന്നു, അവര് നൊമാഡ്സ് ആയിരുന്നു. അതുപോലെ തന്നെ ഹണ്ടിങ് ആൻഡ് ഗ്യാതറിങ് ആയിരുന്നു അവരുടെ ഒരു മെയിൻ എന്താണ് വേ ഓഫ് ലൈഫ് എന്ന് പറയുന്നത്. അതായത് വേട്ടയാടിയും ഒക്കെ ജീവിച്ചിരുന്ന ആളുകള് പതിയെ പതിയെ കൃഷിയിലേക്ക് വരികയും അങ്ങനെ കൃഷി ചെയ്യാൻ ആരംഭിച്ചതോടുകൂടി മനുഷ്യര് ഒന്നിലധികം ആളുകൾ ഒരുമിച്ച് ഒരു സ്ഥലത്ത്, ഒരു പ്രത്യേക സ്ഥലത്ത് കൂട്ടമായിട്ട് ജീവിക്കാൻ തുടങ്ങി. അങ്ങനെ ജീവിക്കാൻ തുടങ്ങിയതോടുകൂടി തന്നെ സ്വാഭാവികമായിട്ടും അവർക്ക് ഒരുപാട് പുതിയ പുതിയ ആവശ്യങ്ങൾ വന്നു. അതായത് എക്കണോമിക്കൽ ആയിക്കോട്ടെ, പൊളിറ്റിക്കൽ ആയിക്കോട്ടെ, ഇങ്ങനെ ഒരുപാട് ആവശ്യങ്ങൾ അവർക്ക് വന്ന സമയത്ത് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവർ തന്നെ അത്ര ഇൻസ്റ്റിറ്റ്യൂഷൻസിന് രൂപം നൽകി. ഇങ്ങനെയുള്ള സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരുന്നു മാരേജ്, അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പിന്നെ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഞാൻ പറഞ്ഞ ഫാമിലി, മാരേജ് ഒക്കെ. ഇങ്ങനെയുള്ള ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വന്നു. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു അഗ്രികൾച്ചർ സ്റ്റാർട്ട് ചെയ്തതോടുകൂടി തന്നെ അവർക്ക് ആ ഒരു ചെറിയ ആ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന് ഉപയോഗിക്കാൻ കഴിയുന്നതിലേറെ പ്രൊഡക്ഷൻ ഈ ഒരു അഗ്രികൾച്ചറിലൂടെ അവർ ഉണ്ടാക്കിയെടുത്തു. അപ്പൊ അവരെന്താണ് ഈ ഒരു എക്സ്ട്രാ വന്നിട്ടുള്ള ഈ ഒരു പ്രൊഡക്ട്സ് അവർ പുറത്തേക്ക് മറ്റ് ആളുകളിലേക്ക്, മറ്റ് സ്ഥലങ്ങളിൽ ജീവിക്കുന്ന ആളുകളിലേക്ക് വിൽക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പോൾ ഈ ഒരു ട്രേഡ് വന്നു. അങ്ങനെ ഒരുപാട് ട്രേഡ് വന്നപ്പോൾ എന്തായി, ഒരുപാട് എക്കണോമിക്കൽ ആയിട്ടുള്ള വേറെയും ഒരുപാട് എലമെന്റ്സ് അവരുടെ ജീവിതത്തിലേക്ക് വന്നു. സ്വാഭാവികമായിട്ടും എക്കണോമിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വന്നിട്ടുണ്ടാവാം. എന്താണ് ബാങ്ക്, ഇപ്പോ എന്താണ് ഇപ്പോ ഇന്നത്തെ ആ ഒരു ഇപ്പോഴും നമ്മൾ ആ ഒരു സിവിലൈസ്ഡ് സൊസൈറ്റിയിലാണല്ലേ ജീവിക്കുന്നത്. എന്നുള്ള ആ ഒരു രൂപത്തില് മണി വന്നു, അതേപോലെ തന്നെ ബാങ്ക് സിസ്റ്റം വന്നു. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങള് ഈ ഒരു ഇടയിലേക്ക് വന്നിട്ടുള്ളത്. അപ്പൊ ഇന്ത്യൻ സൊസൈറ്റിയുടെ ഒരു എവല്യൂഷൻ എങ്ങനെയായിരുന്നു, ഇങ്ങനെ വേട്ടയാടിയും ഒക്കെ ജീവിച്ചിരുന്ന ആളുകള് അഗ്രികൾച്ചറിലേക്ക് വന്നു. അഗ്രികൾച്ചറിലേക്ക് വന്നതോടുകൂടി ഒരു എക്സ്ട്രാ പ്രൊഡക്ഷൻ ഉണ്ടായതോടുകൂടി ഒരുപാട് പുതിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വന്നു. സൊസൈറ്റി കുറച്ച് വളരെയധികം സിമ്പിൾ ആയിട്ടുണ്ടായിരുന്ന ആ ഒരു സൊസൈറ്റി ഒരുപാട് പുതിയ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒരുപാട് പുതിയ എന്താണ് മാനുഷിക ബന്ധങ്ങളൊക്കെ വന്നതോടുകൂടി വളരെയധികം കോംപ്ലക്സ് ആയി. ഇന്ന് നമ്മൾ കാണുന്ന ആ ഒരു രീതിയിലേക്കുള്ള ഫാക്ടറികളും ഒരുപാട് ഇൻഡസ്ട്രീസും മൾട്ടിനാഷണൽ കമ്പനീസും ഒക്കെയുള്ള വളരെയധികം കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിലേക്ക് ആ ഒരു പഴയ എന്താണ് സിമ്പിൾ ആയിട്ട് അഗ്രികൾച്ചർ മാത്രം ഫോക്കസ് ചെയ്തിരുന്ന ആളുകൾ എത്തിപ്പെടുകയാണ്. ഈ ഒരു എൻറ്റയർ പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, സിവിലൈസേഷൻ എന്ന് പറയാം. സൊസൈറ്റിയിൽ വന്നിട്ടുള്ള ഈ ഒരു എൻറ്റയർ പൊളിറ്റിക്കൽ ആയിക്കോട്ടെ, എക്കണോമിക്കൽ ആയിക്കോട്ടെ, സോഷ്യൽ ആയിക്കോട്ടെ, കൾച്ചറൽ ആയിക്കോട്ടെ, ഇങ്ങനെ വരുന്ന ഈ ഒരു എല്ലാ ചേഞ്ചസും കൂടി വന്നിട്ടുള്ള ആ ഒരു എൻറ്റയർ പ്രോസസ്, ആ ഒരു എൻറ്റയർ എവല്യൂഷൻ ഓഫ് സൊസൈറ്റി, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, സിവിലൈസേഷൻ എന്ന് പറയാം. അതില് ഇതാ ഞാൻ ഈ ഒരു പോയിന്റിൽ പറഞ്ഞിട്ടുണ്ട്. അഗ്രികൾച്ചർ പ്രാക്ടീസസ്, ട്രേഡ്, ആർട്ട്, റിലീജിയൻ, പൊളിറ്റിക്കൽ സ്ട്രക്ചേഴ്സ് തുടങ്ങി എല്ലാ കാര്യങ്ങളും ഈ ഒരു സിവിലൈസേഷന്റെ അകത്ത് പെടും. പിന്നെ ഇന്ത്യയുടെ ഒരു സിവിലൈസേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഹിസ്റ്ററി വരുന്നത് ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ സൊസൈറ്റി ട്രേസ്ഡ് ബാക്ക് ടു ഹാരപ്പൻ സിവിലൈസേഷൻ ആൻഡ് ഇൻഡസ് വാലി സിവിലൈസേഷൻ. ഹാരപ്പൻ സിവിലൈസേഷനും ഇൻഡസ് വാലി സിവിലൈസേഷനും ഒക്കെ നമുക്കറിയാം അല്ലെ. അതായത് സിന്ധു നദീതട സംസ്കാരം, അതൊക്കെ നിങ്ങൾ ഹിസ്റ്ററി ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇന്ത്യയുടെ ഒരു സിവിലൈസേഷന്റെ ഹിസ്റ്ററി എത്തി നിൽക്കുന്നത് ഈ ഒരു ഹാരപ്പൻ സിവിലൈസേഷനിലും ഇൻഡസ് വാലി സിവിലൈസേഷനിലും ഒക്കെയാണ്. അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ആ ഒരു ജനങ്ങൾ ഒരുമിച്ച് അഗ്രികൾച്ചർ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത ആ ഒരു സമയത്ത് അവര് നദീതീരങ്ങളിലായിരുന്നു ഈ ഒരു കൾട്ടിവേഷൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു സിന്ധു നദീതട സംസ്കാരം എന്ന് പറയുന്ന ആ സിന്ധു നദിയുടെ തീരത്ത് എന്താണ് എമർജ് ചെയ്തിട്ടുള്ള ആ ഒരു സിവിലൈസേഷൻ, അതിനെയാണ് നമ്മൾ ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയുന്നത്. അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിന്റെ ഒരുപാട് അവശിഷ്ടങ്ങളൊക്കെ പിന്നീട് നമ്മൾ കണ്ടെത്തുകയുണ്ടായി. അതിൽ ആ ഒരു സിവിലൈസേഷൻ എന്ന് പറയുന്നത് അവർക്കായിട്ടുള്ള ഇതുപോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും കൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസും തുടങ്ങിയിട്ട് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഉള്ള ഒരു
ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സിവിലൈസേഷൻ തന്നെയായിരുന്നു ഈ ഒരു ഹാരപ്പൻ, അതുപോലെ തന്നെ ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് ഈ കാണുന്ന അതേപോലെയുള്ള ചെറിയ തരത്തിലുള്ള ഇൻഡസ്ട്രീസും ഫാക്ടറീസും ഒക്കെ അവർക്ക് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ ഇതിൽ വരുന്ന വേറൊരു പ്രധാനപ്പെട്ട ടോപ്പിക്, ഈ ഒരു ചാപ്റ്ററിൽ വരുന്ന പ്രധാനപ്പെട്ട മറ്റൊരു ടോപ്പിക്കാണ് കൾച്ചർ എന്ന് പറയുന്നത്. നമ്മുടെ സോഷ്യോളജിയിൽ കൾച്ചർ എന്ന് പറയുന്നത് ഒരു വൈഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നമുക്കത് ഒരു ക്ലാസ് കൊണ്ടൊന്നും തീർക്കാൻ പറ്റില്ല, കാരണം അത്രയും വലിയ ടോപ്പിക്കുകളാണ് ഈ സിവിലൈസേഷൻ ആയാലും കൾച്ചർ ആയാലും. പക്ഷെ നിങ്ങൾക്ക് അത്രയും വൈഡ് ആയിട്ട് പഠിക്കാനുള്ള, നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഒരു ഇൻട്രൊഡക്ഷൻ നോക്കാനേ ഉള്ളൂ. കൾച്ചർ എന്ന് പറയുമ്പോൾ എന്താണ്, സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ വേ ഓഫ് ലൈഫ്. അതിൽ എന്തൊക്കെ വരും, വേ ഓഫ് ലൈഫ് എന്ന് പറയുമ്പോൾ ലൈഫിൽ എന്തൊക്കെ വരും, അതൊക്കെ ഈ ഒരു കൾച്ചറിന്റെ പാർട്ടാണ്. ആർട്ട് ആയിക്കോട്ടെ, ബിലീഫ് ആയിക്കോട്ടെ, ഫുഡ്, ഡ്രസ്സ്, റിലീജിയൻ, ലാംഗ്വേജ്, എവറിത്തിങ് റിലേറ്റഡ് ടു ലൈഫ്. അതാണ് കൾച്ചർ എന്ന് പറഞ്ഞാൽ. സോഷ്യോളജിയിൽ അതാണ് കൾച്ചർ. നേരത്തെ പറഞ്ഞ സിവിലൈസേഷൻ പോലെ തന്നെ കൾച്ചറും ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് സോഷ്യോളജിയിൽ. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു നമുക്ക് ഇന്ത്യയുടെ ആ ഒരു സിവിലൈസേഷനെ കുറിച്ചിട്ടും ഇന്ത്യയുടെ ആ ഒരു ഹിസ്റ്ററിനെ കുറിച്ചിട്ടും ഒക്കെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം, നമ്മൾ ആ ഒരു ഇന്ത്യൻ സൊസൈറ്റിയുടെ നാച്ചറും കൾച്ചറും ഒക്കെ പഠിക്കണം. അതായത് ഇന്ത്യൻ സൊസൈറ്റിയെ കുറിച്ചിട്ട് നമ്മൾ പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ത്യൻ സൊസൈറ്റിയുടെ നാച്ചറും കൾച്ചറും ഒക്കെ പഠിക്കണം. അതിനായിട്ട് ഒരുപാട് അപ്രോച്ചുകൾ ഉണ്ട്. അതിൽ കോഹൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഫിലോസഫർ 1971 4 അപ്രോച്ചസ് അതിനെ കുറിച്ച് പറയുന്നുണ്ട്. അവരുടെ ആ ഒരു 1971 അവർ പബ്ലിഷ് ചെയ്തിട്ടുള്ള ആ ബുക്കിൽ കോഹൻ 4 അപ്രോച്ചുകളെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. ഇന്ത്യൻ സൊസൈറ്റിയെ കുറിച്ചിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് കോഹൻ മെൻഷൻ ചെയ്തിട്ടുള്ള 4 അപ്രോച്ചുകൾ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. ഇത് പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഈ ചാപ്റ്ററിൽ. ഇത് എക്സാമിനൊക്കെ വരുന്ന ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. അപ്പൊ എസ് എ ആയിട്ടും ഒക്കെ ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണിത്. അപ്പൊ പ്രധാനപ്പെട്ട അപ്രോച്ചുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 4 അപ്രോച്ചുകളാണ്. കാറ്റലോഗ് അപ്രോച്ച്, കൾച്ചറൽ എസൻസ് അപ്രോച്ച്, കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ അപ്രോച്ച്, അപ്രോച്ചിങ് ഇന്ത്യ ആസ് എ ടൈപ്പ്. ഇതിനെ നമുക്കിനി ദ കാറ്റലോഗിങ് ഓഫ് ട്രൈബ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. കാറ്റലോഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണ്. ഇപ്പൊ നമ്മളൊരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ടൈല് വാങ്ങാൻ പോവാണ്, അല്ലെങ്കിൽ പെയിന്റ് വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പിൽ പോകുന്ന സമയത്ത് അവർ നമുക്ക് ഒരു കാറ്റലോഗ് എടുത്ത് കാണിച്ചു തരും. അതിലുണ്ടായിരിക്കും അവിടെ ആ ഒരു കടയിലുള്ള എല്ലാ പെയിന്റിന്റെയും അല്ലെങ്കിൽ എല്ലാ ടൈലിന്റെയും ആ ഒരു കളറും കാര്യങ്ങളൊക്കെ ആ ഒരു കാറ്റലോഗ് എന്ന് പറഞ്ഞിട്ട് അവർ ആ ഒരു ബുക്ക് അങ്ങനെ തരും. അപ്പൊ നമുക്ക് അതിൽ ഉണ്ടായിരിക്കും ആ ഒരു മൊത്തം ഡീറ്റെയിൽസ് കാര്യങ്ങൾ. അപ്പൊ ആ ഒരു അതിലുള്ള ആ ഒരു ഇതായിരിക്കും ആ ഒരു സ്റ്റോറിൽ നമ്മൾ ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ ആ ഒരു കാറ്റലോഗ് ഇങ്ങനെ കാണിച്ചിട്ട് എനിക്ക് ഇത് മതി എന്ന് പറയുമ്പോൾ അവരതിന്റെ ആ ഒരു ടൈലോ അല്ലെങ്കിൽ ആ ഒരു പെയിന്റോ അത് കാണിച്ചു തരും. അപ്പോൾ കാറ്റലോഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. പിന്നെ അപ്പൊ കാറ്റലോഗിങ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഒരു കാറ്റലോഗിങ് ഓഫ് ട്രേറ്റ്സ് എന്ന് പറയുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു കൾച്ചർ, വേ ഓഫ് ലൈഫ് എന്ന് പറയുന്നതാണ് കൾച്ചർ എന്ന് പറഞ്ഞു. അപ്പൊ കൾച്ചറിന്റെ ഏറ്റവും ചെറിയൊരു എലമെന്റ് ആണ് ട്രേറ്റ് എന്ന് പറയുന്നത്. ട്രേറ്റ് എന്ന് പറഞ്ഞാൽ അതിനെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതി പറയുകയാണെന്നുണ്ടെങ്കിൽ ക്വാളിറ്റി. ട്രേറ്റ് എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ക്വാളിറ്റി എന്നാണ് ട്രേറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇന്ത്യൻ സൊസൈറ്റിയുടെ ട്രേറ്റുകൾ അല്ലെങ്കിൽ ഇന്ത്യക്കാരുടെ ട്രേറ്റുകൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുക, അതാണ് ഈ ഒരു ഫസ്റ്റ് അപ്രോച്ചിലൂടെ ചെയ്യുന്നത്. അതായത് എന്താണ്, ഇന്ത്യക്കാർക്ക് ഇന്ന ക്വാളിറ്റീസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് അല്ലെങ്കിൽ ഒരു ലിസ്റ്റ് ഓഫ് ക്വാളിറ്റീസിനെ ഇങ്ങനെ ഇപ്പൊ നമ്മളിങ്ങനെ എഴുതി ഉണ്ടാക്കുകയാണ്. അങ്ങനെ ഉണ്ടാക്കിയിട്ട് നമ്മൾ പറയാണ് ഇന്ന ക്വാളിറ്റി ഉള്ള ആളുകളൊക്കെ ഇന്ത്യൻസ് ആണ്, ഇന്ന ക്വാളിറ്റി ഇല്ലാത്ത ആളുകളൊന്നും ഇന്ത്യൻസ് അല്ല എന്ന് പറഞ്ഞിട്ട് തരംതിരിക്കുകയാണ് ആളുകളെ. അപ്പൊ എന്താണ് അപ്പൊ ഇന്ത്യയിലെ ഈ ഒരു ഇന്ത്യക്കാരുടെ ഈ ഒരു ട്രേഡ്സ്, നേരത്തെ പറഞ്ഞ ആ ഒരു ക്വാളിറ്റീസ്, അതുപോലെ തന്നെ ഇന്ത്യയിലെ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇതിനൊക്കെ അതായത് കുറച്ച് ട്രേഡ്സിനെയും കുറച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും കുറച്ച് ക്വാളിറ്റീസിനൊക്കെ ഇത് ഇന്ത്യക്കാർക്ക് മാത്രമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് ഉണ്ടെങ്കിൽ ഇത് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൽ അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയിൽ ഈ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരെ നമുക്ക് എന്ത് ചെയ്യാം, ഇന്ത്യക്കാർ എന്ന് പറയാം എന്നാണ് ഈ ഒരു കാറ്റലോഗിങ് ഓഫ് ട്രൈബ്സിൽ പറയുന്നത്. ഓക്കെ,
അതേപോലെ തന്നെ ഈ ഒരു കാറ്റലോഗിങ് ഓഫ് ട്രൈറ്റ്സ് അപ്രോച്ച് പറയുന്നത് എന്താണ്? ഈ ഒരു നേരത്തെ പറഞ്ഞ ഈ ഒരു ക്വാളിറ്റീസ്, ഞാൻ പറഞ്ഞ ഈ ഒരു ക്വാളിറ്റീസ്, ഇപ്പോൾ ഇന്ത്യക്കാർക്ക് ഉള്ള ഈ ഒരു ഞാൻ നേരത്തെ പറഞ്ഞു ലിസ്റ്റ് ഔട്ട് ചെയ്യുന്ന കുറച്ച് ട്രൈറ്റ്സ്, ആ ഒരു ക്വാളിറ്റീസ് അത് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കലി മെഷർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു അപ്രോച്ച് പറയുന്നത്. സ്റ്റാറ്റിസ്റ്റിക്കലി മെഷർ ചെയ്യാന്ന് പറയുമ്പോൾ മീന്, മോഡ്, മീഡിയം, ഇങ്ങനെയുള്ള ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷേഴ്സ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ ഇങ്ങനെയുള്ള ഈ ഒരു മെഷേഴ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഇതിനൊക്കെ മെഷർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കാറ്റലോഗിങ് ഓഫ് ട്രേറ്റ്സ് ആ ഒരു അപ്രോച്ച് പറയുന്നത്, അതിന്റെ ആൾക്കാർ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ലിസ്റ്റ് ഔട്ട് ട്രേറ്റ്സ് ആൻഡ് ക്വാളിറ്റീസ് ദാറ്റ് ആർ കോൺട്രിബ്യൂട്ട് ടു ഇന്ത്യൻനെസ്. അതായത് ഒരു ഇന്ത്യക്കാരനായിരിക്കാൻ വേണ്ടിയിട്ടുള്ള ക്വാളിറ്റീസ് അല്ലെങ്കിൽ ട്രേറ്റ്സ്, അതിനെ നമ്മളിങ്ങനെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് ഇതൊക്കെ ഉള്ള ആളുകൾ ഇന്ത്യക്കാരാണ്, അല്ലാത്തവരൊന്നും ഇതിൽ പെടില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അപ്രോച്ചാണ്. ഈ അപ്രോച്ച് വളരെയധികം ഡിബേറ്റബിൾ ആണ്. ഇതിനെ ഒരുപാട് റിജക്റ്റ് ചെയ്തിട്ട് ഡിനേ ചെയ്തിട്ട് ഒരുപാട് വേറെ അപ്രോച്ചുകൾ വന്നിട്ടുണ്ട്. കാരണം ഇങ്ങനെ ഒരു അപ്രോച്ച് നമുക്കറിയാലേ, ഇങ്ങനെ ഒരിക്കലും നമുക്ക് തരംതിരിക്കാൻ പറ്റൂല. ഇന്ന ക്വാളിറ്റീസ് ഉള്ളവർ മാത്രം ഇന്ത്യൻസ് എന്ന് പറയുന്നത് ഒരു എന്താണ് അത് കുറച്ച് ബയാസ്ഡ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് അല്ലെ, ആ കൺസെപ്റ്റ്. അതായത് ചില ആളുകൾ അപ്പൊ എന്തായിരിക്കും, ഇന്ത്യയിൽ ജനിച്ച് ഇന്ത്യയിൽ വളർന്ന ആളുകൾ, ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ ചിലപ്പോൾ ഈ ഒരു ട്രൈറ്റിന്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ചിലപ്പോൾ ഈ ഒരു അവർ ലിസ്റ്റ് ഔട്ട് ചെയ്തായി ആരാണോ ഈ ഒരു അപ്രോച്ചിന്റെ ആളുകൾ, അല്ലെങ്കിൽ ആരാണോ ഈ ഒരു തിയറി കൊണ്ടുവന്നത്, അവര് ലിസ്റ്റ് ഔട്ട് ചെയ്ത ആ ഒരു ട്രൈറ്റുകളിൽ ഇല്ലാത്ത ആളുകളൊന്നും ഇന്ത്യക്കാരല്ല എന്നുള്ള ഒരു കാര്യം വരും. ഇപ്പൊ ഇന്ത്യയിൽ ജനിച്ചു വളർന്ന ആളുകള്. അപ്പൊ അങ്ങനെ ഒരിക്കലും പാടില്ല അല്ലെ. അതുകൊണ്ടാണ് ഇതൊരു ബയാസ്ഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആണെന്ന് പറയുന്നത്. ഇതിന്റെ ഈ ഒരു അപ്രോച്ചിന്റെ ഡിമെറിറ്റ്സ് കാരണമാണ് ഇപ്പോൾ നമ്മുടെ രണ്ടാമത്തെ അപ്രോച്ച് ഒക്കെ വന്നിട്ടുള്ളത്. ഓക്കെ, രണ്ടാമത്തെ അപ്രോച്ച് എന്താണ്? റീഡിങ് ഓഫ് കൾച്ചറൽ എസെൻസ്. അതായത് ഈ ഒരു ഫസ്റ്റ് കാറ്റലോഗിങ് ഓഫ് ട്രേറ്റ്സ് എന്ന് പറഞ്ഞ ഈ ഒരു അപ്രോച്ചിനെ എതിർത്തുകൊണ്ട് വന്നിട്ടുള്ള ആളുകള്, അവർ മുന്നോട്ട് വെച്ചിട്ടുള്ള ആ ഒരു അപ്രോച്ചാണ് റീഡിങ് ഓഫ് കൾച്ചറൽ എസെൻസ്. അവർ പറയുന്നത് എന്താണ്? ഇങ്ങനെ സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടൊന്നും ഇന്ത്യനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, മെഷർ ചെയ്യാൻ പറ്റൂല. ഇന്ത്യനെയോ ഇന്ത്യക്കാരെയോ ഒന്നും നമുക്ക്, ഇന്ത്യൻ സൊസൈറ്റി ഒന്നും നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കലി പഠിക്കാൻ പറ്റൂല അല്ലെ. നമുക്കറിയാം, നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ ഒരു സൊസൈറ്റീനെ എങ്ങനെയാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കലി മാത്രം മെഷർ ചെയ്യാം? അങ്ങനെ പറ്റൂല അല്ലേ. കാരണം കൾച്ചർ, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ, ഈ കൾച്ചറിനൊക്കെ എങ്ങനെയാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കലി മെഷർ ചെയ്യുക? അങ്ങനെ മെഷർ ചെയ്യുന്നത് വളരെയധികം ബുദ്ധിമുട്ടാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ബയാസ് ഒക്കെ വരും. അപ്പോൾ അങ്ങനെയൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പുതിയ ഗ്രൂപ്പ് ഓഫ് തിയറിസ്റ്റുകൾ കൊണ്ടുവന്നതാണ് റീഡിങ് ഓഫ് കൾച്ചറൽ എസെൻസ്. അവർ പറയുന്നത് എന്താണ്? ഇന്ത്യയെ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കലി മെഷർ ചെയ്യാൻ പറ്റൂല. ഇന്ത്യയെ നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ കൾച്ചർ മനസ്സിലാക്കണം. കൾച്ചർ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ എന്താണ്? ഇന്ത്യന്റെ ആ ഒരു എസെൻസ് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, അതിന്റെ അത്രയും ആ ഒരു കാമ്പ്, ഇന്ത്യന്റെ ആ ഒരു കൾച്ചറിന്റെ കാമ്പ്, അല്ലെങ്കിൽ ആ ഒരു ഇന്ത്യൻ സൊസൈറ്റിയുടെ കാമ്പ് എന്താണോ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ ഒരു കാമ്പ് അല്ലെങ്കിൽ അതിന്റെ ആ ഒരു എസെൻസ് തന്നെ പറയുമ്പോഴായിരിക്കും കുറച്ചുകൂടി മീനിങ് ഫുൾ ആവുക. ആ ഒരു എസെൻസ് മനസ്സിലാക്കണം. ആ ഒരു എസെൻസ് എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ വരും? യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി. അതാണല്ലേ ഇന്ത്യന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഐഡന്റിറ്റി എന്ന് തന്നെ നമുക്ക് പറയാം. ഒരുപാട് ഡൈവേഴ്സിറ്റീസ് ഉണ്ട്. ആ ഒരു ഡൈവേഴ്സിറ്റികൾക്കിടയിലും നമ്മളൊരു ഇന്ത്യക്കാർ എന്ന് പറയുന്ന ആ ഒരു യൂണിറ്റി കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൾച്ചറൽ എസെൻസ് എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ വരും? ടോളറൻസ്, ബ്രദർഹുഡ്, റെസ്പെക്ട് ഫോർ ദ ഡിവൈൻ, ഇങ്ങനത്തെ ഒരുപാട് എലമെന്റ്സ് നമ്മുടെ കൾച്ചറിന്റെ ഭാഗമാണ്, ഇന്ത്യൻ കൾച്ചറിന്റെ ഭാഗമാണ്. ഇതൊക്കെ എന്താണ്? ഒരു കൾച്ചറൽ എസെൻസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെയുള്ള കൾച്ചറൽ എസെൻസ് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഇന്ത്യൻ സൊസൈറ്റീനെ മനസ്സിലാക്കാൻ പറ്റൂ എന്നുള്ളതാണ് രണ്ടാമത്തെ അപ്രോച്ചിന്റെ ആൾക്കാർ പറയുന്നത്. ഓക്കെ, ഇതിൽ ഈ ഒരു കൾച്ചറൽ എസെൻസ് എന്ന് പറയുമ്പോൾ കൾച്ചർ പഠിക്കുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും ആ ഒരു കൾച്ചറിലുള്ള ഒരു ഫോക്സും അതുപോലെ തന്നെ ഫോക്ക് വേസ്, അതായത് ഒരു കൾച്ചർ പഠിക്കുമ്പോൾ എന്താണ്? അതിന്റെ ഹിസ്റ്ററി, അതിലുള്ള ചെറിയ ചെറിയ മൈന്യൂട്ട് കാര്യങ്ങൾ വരെ പഠിക്കില്ല. ആ ഒരു നമ്മൾ പറയില്ലേ നാടോടി കഥകൾ, ഒരു ചെറിയൊരു സൊസൈറ്റീനെ എടുത്തു കഴിഞ്ഞാൽ അവിടെയുള്ള ഫോക്സ്, ആർട്ട്, അതുപോലെ തന്നെ നാടോടി കഥകൾ, അവിടെയുള്ള പഴഞ്ചൊല്ലികൾ, പാട്ടുകൾ, അതുവരെ പഠിക്കുന്നാണ് പറയുന്നത്. അപ്പൊ അത്
പഠിക്കുമ്പോ എന്താണ് അതൊക്കെ ഒരു സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു നാച്ചറാണ്. അതിനെ നമുക്ക് ഒരിക്കലും സ്റ്റാറ്റിസ്റ്റിക്കലി പഠിക്കാൻ പറ്റൂല. അത് കാരണം ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനുള്ള കൾച്ചർ അല്ല വേറൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനുള്ളത് നമ്മൾ പറഞ്ഞു. അപ്പൊ എങ്ങനെയാണ് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കലി പഠിക്കാൻ പറ്റുക? അങ്ങനെ പറ്റൂല. അപ്പൊ പറയുന്നത് സബ്ജക്റ്റീവ് ആയിട്ട്, അതായത് ഒരു ഗ്രൂപ്പിനെ നമ്മൾ സ്പെസിഫിക് ആയിട്ട് തന്നെ പഠിക്കണം, വേറൊരു ഗ്രൂപ്പിനെ നമ്മൾ വേറെ തന്നെ ആയിട്ട് പഠിക്കണം. അതുകൊണ്ട് തന്നെ സബ്ജക്റ്റീവ് ആയിട്ട് മാത്രമേ നമുക്ക് ഇന്ത്യൻ സൊസൈറ്റീനെ മനസ്സിലാക്കാൻ പറ്റൂ എന്നുള്ളതാണ് രണ്ടാമത്തെ അപ്രോച്ച് പറയുന്നത്. പിന്നെ മൂന്നാമത്തെ അപ്രോച്ചിലേക്ക് വരുമ്പോൾ സ്റ്റഡി ഓഫ് കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ. ഈ അപ്രോച്ച് എന്താണ് പഠിക്കുന്നത്? അതായത് എങ്ങനെയാണ് സൊസൈറ്റിയിൽ കൾച്ചർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്നത്. അതായത് നമുക്കറിയാം നമ്മുടെ പൂർവികര് ഫോളോ ചെയ്തിട്ടുള്ള പല സംസ്കാരങ്ങളും നമ്മൾ ഇപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട് അല്ലെ. അതെങ്ങനെയാണ് ആ ഒരു കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ ആ ഒരു ജനറേഷനിൽ നിന്നും അടുത്ത ജനറേഷനിലേക്ക്, അവിടെ നിന്ന് പിന്നത്തെ ജനറേഷനിലേക്ക് അങ്ങനെ കൈമാറി പോകുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമുക്കിപ്പോഴും നമ്മുടെ പൂർവികരൊക്കെ പറഞ്ഞു തന്നിട്ടുള്ള ഒരുപാട് കഥകളായിക്കോട്ടെ, ഒരുപാട് വാല്യൂസ് ആയിക്കോട്ടെ ഒക്കെ നമ്മൾ ഇപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട് അല്ലെ. കുറെയൊക്കെ ചേഞ്ച് വന്നിട്ടുണ്ടായിരിക്കാം, എന്നാലും ആ ഒരു കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് കൊണ്ടാണ് ഇപ്പോഴും അതൊക്കെ നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതിനെ പഠിക്കുന്ന ആ ഒരു അപ്രോച്ചാണ് സ്റ്റഡി ഓഫ് കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ. അവർ പഠിക്കുന്ന ഇതാണ്, എങ്ങനെയാണ് ഇന്ത്യയുടെ സിവിലൈസേഷൻ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത്, ഏതൊക്കെ വഴികളിലൂടെയാണ് വേസ് ഓഫ് സിവിലൈസേഷണൽ സിസ്റ്റം ട്രാൻസ്മിറ്റഡ്, ഏതൊക്കെ വഴികളിലൂടെയാണ് ഈ ഒരു കൾച്ചറൽ എലമെന്റ്സ് ഒക്കെ ഏതൊക്കെ രീതിയിലാണ് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ അങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെട്ടിട്ട് എങ്ങനെയാണ് ഇപ്പൊ കാണുന്ന ആ ഒരു സ്ട്രക്ചറൽ ഇന്റഗ്രേഷൻ, അത് സൊസൈറ്റിയുടെ വ്യത്യസ്ത എലമെന്റ്സ് കൂടി ചേർന്നിട്ടുള്ള ആ ഒരു എൻറ്റയർ ഇന്ത്യ എന്ന് പറയുന്നിട്ടുള്ള ആ ഒരു ഇമേജ് എങ്ങനെയാണ് ഈ ഒരു കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ വഴി ഇപ്പോഴും ആ ഒരു ഇന്ത്യൻനെസ് എന്ന് പറയുന്ന ആ ഒരു കൾച്ചർ ആയിക്കോട്ടെ, യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി ആയിക്കോട്ടെ, അതൊക്കെ നമ്മൾ ആ ഒരു കൾച്ചറൽ എലമെന്റ്സ് ഒക്കെ ഫോളോ ചെയ്യുന്നത് ഏതൊക്കെ രീതിയിലാണ് എന്നുള്ളതാണ് കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ നോക്കുന്നത്. ഈ ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഇന്ത്യൻ സൊസൈറ്റിനെ കുറിച്ചിട്ട് പഠിച്ചിട്ടുള്ള ആന്ത്രോപോളജിസ്റ്റ് ആണ് ആര്? മക്കിംഗ് മാരിയറ്റ് എന്ന് പറയും. ഇതൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് കേട്ടോ. അതായത് ഈ ഒരു അപ്രോച്ച് ഫോളോ ചെയ്തിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട ആന്ത്രോപോളജിസ്റ്റുകളാണ് റോബർട്ട് റെഡ്ഫീൽഡും മക്കിംഗ് മാരിയറ്റും. റോബർട്ട് റെഡ്ഫീൽഡിന്റെ സ്റ്റുഡന്റ് ആയിരുന്നു മക്കിംഗ് മാരിയറ്റ്. അപ്പോ റോബർട്ട് റെഡ്ഫീൽഡ് പഠിച്ചത് മെക്സിക്കൻ സൊസൈറ്റി ആയിരുന്നു, എന്നാൽ ഇന്ത്യൻ സൊസൈറ്റിയിൽ വന്നിട്ട് ഇന്ത്യൻ സൊസൈറ്റിയെ കുറിച്ചിട്ട് പഠിച്ചിട്ടുള്ള ആളാണ് മക്കിംഗ് മാരിയറ്റ്. അപ്പൊ അവരുടെ പ്രധാനപ്പെട്ട രണ്ട് കൺസെപ്റ്റുകളും കൂടി നമുക്ക് ചെറുതായിട്ടൊന്ന് പറയാം. റോബർട്ട് ഫീൽഡിന്റെ കൺസെപ്റ്റുകളായിരുന്നു ഗ്രേറ്റ് ട്രഡീഷൻ, ലിറ്റിൽ ട്രഡീഷൻ. അങ്ങനെയുള്ള രണ്ട് ട്രഡീഷൻസ് വരുന്നുണ്ട്, ഗ്രേറ്റ് ട്രഡീഷനും ലിറ്റിൽ ട്രഡീഷനും. നിങ്ങൾക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരിക്കും. ഗ്രേറ്റ് ട്രഡീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടൗണ്, സിറ്റീസ് അവരൊക്കെ ഫോളോ ചെയ്യുന്ന ആ ഒരു കൾച്ചർ ഉണ്ടല്ലോ, ടൗണിൽ താമസിക്കുന്ന ആൾക്കാർ ആ ഒരു കൾച്ചറിനെയാണ് അവർ ഫോളോ ചെയ്യുന്ന ആ ഒരു കൾച്ചറിനെ നമുക്ക് സിമ്പിളായിട്ട് പറയുമ്പോഴാണ് ഗ്രേറ്റ് കൾച്ചർ എന്ന് പറയാം. ലിറ്റിൽ ട്രഡീഷൻ എന്ന് പറയുമ്പോഴോ ആ ഒരു വില്ലേജിലുള്ള ഒരു കൾച്ചറില്ലേ, സിമ്പിൾ ആയിട്ടുള്ള, ഇപ്പോഴും അഗ്രികൾച്ചർ മാത്രം ഫോളോ ചെയ്തിട്ടുള്ള ജീവിക്കുന്ന അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാവില്ലേ, ആ ഒരു കൾച്ചറിനെയാണ് നമ്മൾ എന്താ പറയാ, ലിറ്റിൽ ട്രഡീഷൻ എന്ന് പറയാം. ഗ്രേറ്റ് ട്രഡീഷൻ എന്ന് പറയുമ്പോൾ ആ ഒരു സിറ്റിയിലൊക്കെ ഉള്ള ആ ഒരു കുറച്ചുകൂടി കോംപ്ലക്സ് ആയിട്ടുള്ള ആ ഒരു ഇൻഡസ്ട്രീസും ആ ഒരു വൈറ്റ് കോളർ ജോബ്സും ഒക്കെ വരുന്ന ആ ഒരു കൾച്ചർ, അതിനെയാണ് ഗ്രേറ്റ് ട്രഡീഷൻ എന്ന് പറയാം. പിന്നെ മക്കിംഗ് മാരിയറ്റിന്റെ ആ ഒരു സെയിം ഈ ഒരു ഗ്രേറ്റ് ട്രഡീഷൻ, ലിറ്റിൽ ട്രഡീഷൻ, അതിന്റെ തന്നെ ഒരു സബ്സിഡിയറി ആയിട്ട് വരുന്ന കൺസെപ്റ്റുകളാണ് ഈ ഒരു പെരോക്കിയലൈസേഷനും യൂണിവേഴ്സലൈസേഷനും. ഈ ഒരു രണ്ട് കൺസെപ്റ്റുകൾ പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഈ ഒരു നേരത്തെ നമ്മൾ പറഞ്ഞ ഈ ഒരു ഗ്രേറ്റ് ട്രഡീഷനും ലിറ്റിൽ ട്രഡീഷനും തമ്മിൽ കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. ഇവര് ഈ ഒരു സിറ്റീസും സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സിറ്റീസും അത് വില്ലേജസും തമ്മിലുള്ള ഒരു കണ്ടിന്യൂസ് കൾച്ചറൽ ഇന്ററാക്ഷൻ നടക്കുന്നത്. ആ ഒരു ഇന്ററാക്ഷനിലൂടെ ഒരുപാട് വില്ലേജിലുള്ള ഒരുപാട് കൾച്ചർ എവിടെ എത്തുന്നുണ്ട്, സിറ്റീസിൽ എത്തുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാലോ, ഇപ്പൊ നമ്മുടെ കേരള സൊസൈറ്റീനെ തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ വില്ലേജുകൾ എന്നൊക്കെ പറഞ്ഞാൽ വളരെ നമ്മൾ പറയാറുണ്ട്, വില്ലേജുകളൊക്കെ ഇപ്പൊ ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് പറയാറുണ്ട്. അപ്പൊ അപ്പൊ ഈ ഒരു അർബൻ ലൈഫുമായിട്ടുള്ള അല്ലെങ്കിൽ അർബൻ ഏരിയയിലുള്ള ആളുകളുമായിട്ടുള്ള ഈ ഒരു വില്ലേജിലെ ആളുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ
അവർ തമ്മിൽ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് അവിടെയുള്ള കൾച്ചറുകൾ ഈ ഒരു ഗ്രാമപ്രദേശങ്ങളിലേക്കും വരും. അപ്പൊ ഗ്രാമീണരായിട്ടുള്ള ആളുകൾ ഒരു വെറും കൃഷിയും അങ്ങനെ മാത്രമല്ല ഈ ഒരു കാര്യങ്ങളും കൂടിയൊക്കെ ഫോളോ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഈ ഒരു വില്ലേജിലുള്ള ഒരുപാട് കൾച്ചറുകൾ. ഫോർ എക്സാമ്പിൾ വില്ലേജിലുള്ള ഫുഡ് ആ ഒരു കൾച്ചർ ആയിക്കോട്ടെ, ഇപ്പൊ ലാംഗ്വേജിന്റെ കൾച്ചർ ആയിക്കോട്ടെ, ഇപ്പോൾ വേറെ ഒരുപാട് വില്ലേജിലുള്ള ഒരുപാട് വാല്യൂസ് ഉണ്ടായിരിക്കില്ല. ആ ഒരു വാല്യൂസ് ഒക്കെ ഒരു എന്താണ് സിറ്റീസിലുള്ള ആളുകളും ഫോളോ ചെയ്യും. അപ്പൊ എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു കൾച്ചറൽ ട്രാൻസ്മിഷൻ നടന്നു. അങ്ങനെ നടക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയാ പെരോക്കിയലൈസേഷനും യൂണിവേഴ്സലൈസേഷൻ എന്ന് പറയാം. അപ്പൊ ഇവരെന്താണ് ഈ ഒരു മക്കിംഗ് മാരിയേറ്റ് എന്ന് പറയുന്നത്, അതായത് ഇന്ത്യയിലെ കുറച്ച് സൊസൈറ്റികളെ എടുത്തിട്ട് അവർ അവിടുത്തെ ആ ഒരു സ്പെസിഫിക് കൾച്ചറിനെ കുറിച്ച് പഠിച്ചു. അതായത് അവിടെയുള്ള ആ ഒരു വില്ലേജിലെ കൾച്ചർ, അതുപോലെ തന്നെ അവിടെയുള്ള ആ ഒരു സിറ്റീസിലെ കൾച്ചർ പഠിച്ചിട്ട് എന്ത് ചെയ്തു, അതായത് അവർ കണ്ടെത്തി, അതായത് വില്ലേജിൽ ഉണ്ടായിരുന്ന പല ഫെസ്റ്റിവൽസ് നമുക്കറിയാം. ചില പ്രദേശങ്ങളിൽ, നമ്മളെ ഗ്രാമങ്ങളിലൊക്കെ ചില പ്രദേശങ്ങളിൽ മാത്രം ഉണ്ടായിരിക്കുന്ന ചെറിയ ചെറിയ എന്താണ് ഉത്സവങ്ങളും ചെറിയ ചെറിയ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കില്ല. അമ്പലങ്ങളിൽ നടക്കുന്ന ഉത്സവങ്ങളായിക്കോട്ടെ, ഇപ്പൊ നമ്മളെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നേർച്ചകളൊക്കെ ഉണ്ടായിരിക്കും. അതായത് ചില പള്ളികളിൽ, ചില മുസ്ലിം പള്ളികളിൽ മാത്രം ഉള്ള കുറച്ച് നേർച്ചകളൊക്കെ ഉണ്ടായിരിക്കും. ആ ഒരു കാര്യങ്ങളൊക്കെ എന്താണ് ആ ഒരു ലൊക്കാലിറ്റിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമാണ്. അവിടുത്തെ ആളുകൾ മാത്രം ഫോളോ ചെയ്യുന്ന ഒരു കാര്യം. അപ്പൊ ഈ കാര്യങ്ങൾ എന്താണ്, ഈ കാര്യങ്ങള് മറ്റ് സിറ്റീസിലുള്ള ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അവരും അത് ഫോളോ ചെയ്യാൻ തുടങ്ങുക. ഈ ഒരു വില്ലേജിൽ മാത്രം ഉണ്ടായിരുന്ന ഇതുപോലെയുള്ള കുറച്ച് കാര്യങ്ങൾ എന്താണ് ഈ ഒരു സിറ്റീസിലുള്ള ആളുകളും ഫോളോ ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്, ആ ഒരു സൊസൈറ്റിയുടെ ആ ഒരു ലോ ലെവലിൽ നിന്നും ഈ ഒരു കൾച്ചർ എന്താണ് ഒരു സൊസൈറ്റിയുടെ ഒരു ഹയർ ലെവലിലേക്ക് എത്തുകയാണ്. അർബൻ എന്ന് പറയുമ്പോൾ ഒരു മുകളിൽ നിൽക്കുന്നതായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. വില്ലേജ് എന്നൊക്കെ പറയുമ്പോൾ ഒരു സൊസൈറ്റിയുടെ ഒരു താഴെ കിട, അതായത് സൊസൈറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത് വില്ലേജിൽ നിന്നാണെന്നൊക്കെ പറയാം. അപ്പൊ ഒരു താഴത്ത്, മറ്റേത് മോഡിലായിട്ട് അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ലോവർ സ്റ്റേജിൽ നിന്നും ആ ഒരു അപ്പർ സ്റ്റേജിലേക്കുള്ള ആ ഒരു കൾച്ചറിന്റെ ആ ഒരു മൂവ്മെന്റ്, അല്ലെങ്കിൽ രണ്ട് കൾച്ചറുകളും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ വരുന്ന സമയത്ത് ഇവിടെ താഴത്ത് നിന്ന് മുകളിലേക്കും മുകളിൽ നിന്ന് താഴേക്കും ഇങ്ങനെ ഒരു കൾച്ചർ മാറ്റം ചെയ്യപ്പെടുക. അതിനെയാണ് എന്തെന്ന് പറയാ പരോക്കിയലൈസേഷനും യൂണിവേഴ്സലൈസേഷനും. പരോക്കിയലൈസേഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, എന്താണ് സിറ്റീസിൽ നിന്നുള്ള കൾച്ചർ വില്ലേജിലേക്ക് വരുമ്പോൾ അതാണ് പരോക്കിയലൈസേഷൻ എന്ന് പറയാം. യൂണിവേഴ്സലൈസേഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ മറിച്ച്, അതായത് ഈ ഒരു വില്ലേജിൽ ഉണ്ടായിരുന്ന കൾച്ചർ സിറ്റീസിലുള്ള അവിടെയുള്ള ആളുകൾ കൂടി ഫോളോ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് യൂണിവേഴ്സലൈസേഷൻ എന്ന് പറയാം. ആ ഒരു എന്താണ് ആ ഒരു ടേമിൽ നിന്ന് തന്നെ കുറേയൊക്കെ നമുക്ക് ആ ഒരു മീനിങ് കൺവേ ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ ഇവര് പഠിച്ചത് എന്താണ്, മക്കിംഗ് മാരിയേറ്റ് പഠിച്ചത് ഒരു ചെറിയൊരു UP-യിൽ ഉണ്ടായിരുന്ന, ഉത്തർപ്രദേശിൽ ഉണ്ടായിരുന്ന കിഷൻഗാറി എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് ഉണ്ടായിരുന്ന ഒരു ഫെസ്റ്റിവലിനെ കുറിച്ച് പഠിച്ചു. ആ ഒരു ഫെസ്റ്റിവല് എന്താണ് ആ ഒരു സെയിം സ്വഭാവത്തില് എന്താണ് ദിവാലി എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ആളുകൾ സെയിം എന്താണ് ഈ ഒരു കിഷൻഗാറി എന്ന് പറയുന്ന ആ ഒരു സ്മോൾ വില്ലേജിൽ ഉണ്ടായിരുന്ന ആ ഒരു സ്മോൾ ഫെസ്റ്റിവല്, അതിനെയാണ് പിന്നീട് ദിവാലി എന്ന് പറഞ്ഞിട്ട് ഇന്ത്യ മൊത്തം എന്താണ് ആളുകൾ ആഘോഷിക്കപ്പെടുന്ന ആ ഒരു ഫെസ്റ്റിവലും ഈ ഒരു കിഷൻഗാറിയിൽ ഉണ്ടായിരുന്ന ആ ഒരു ചെറിയൊരു ഏതോ ഒരു ഫെസ്റ്റിവലും തമ്മിൽ ഒരുപാട് സാദൃശ്യങ്ങൾ ഈ ഒരു മക്കിംഗ് മാരിയേറ്റ് കണ്ടെത്തി. അപ്പൊ അദ്ദേഹം പറയുന്നത് ഈ ഒരു വില്ലേജിൽ നിന്ന് ഇത് ഇങ്ങനെ കൾച്ചർ ഇങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ദിവാലി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വലിയ ഫെസ്റ്റിവലിലേക്ക് എത്തിയത്. അല്ലെങ്കിൽ ഇത് ഈ ഒരു ഫെസ്റ്റിവല് കണ്ടിട്ട് അതുപോലെ ഫോളോ ചെയ്തതാണ് ഈ ഒരു ദിവാലി എന്നുള്ള ഈ ഒരു എന്താണ് യൂണിവേഴ്സൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ വേൾഡ് വൈഡ് എന്ന് വിചാരിക്കരുത്. ഇന്ത്യയുടെ കേസിൽ പറയുമ്പോൾ ഇന്ത്യ ഒട്ടാകെ, അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട കുറെ പ്രദേശങ്ങളിൽ എന്ന് വേണം മനസ്സിലാക്കാൻ. ഓക്കെ, അപ്പൊ അത് മനസ്സിലായിട്ടുണ്ടാന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണ് ഈ ഒരു ഗ്രേറ്റ് ട്രഡീഷന്റെയും ലിറ്റിൽ ട്രഡീഷന്റെയും കമ്മ്യൂണിക്കേഷൻ വരുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു അപ്രോച്ചിൽ പഠിക്കുന്നത്, അതായത് എങ്ങനെയാണ് വ്യത്യസ്ത സൊസൈറ്റികൾ തമ്മിൽ കൾച്ചർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്.
നാലാമത്തെ അപ്രോച്ച് എന്താണ്? അനലൈസിങ് ഇന്ത്യൻ സിവിലൈസേഷൻ ആസ് എ ടൈപ്പ്. ഈ ഒരു അപ്രോച്ചിൽ പറയുന്നത് ഇന്ത്യൻ സിവിലൈസേഷനെ അവർ ഒരു ടൈപ്പ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതായത് ഒരു ടൈപ്പ് ഓഫ് സിവിലൈസേഷൻ ആണ് ഇന്ത്യൻ സിവിലൈസേഷൻ. ഇപ്പൊ ലോകത്ത് ഒരുപാട് സിവിലൈസേഷൻ ഉണ്ട്. യൂറോപ്യൻ സിവിലൈസേഷൻ ഉണ്ട്, ആഫ്രിക്കൻ ആയിക്കോട്ടെ, അങ്ങനെ ഒരുപാട് സിവിലൈസേഷൻസ് ഉണ്ട്. അതുപോലെയുള്ള ഒരു സാധാരണ ഒരു സിവിലൈസേഷൻ ആണ് ഇന്ത്യൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ കമ്പാരിറ്റീവ് സോഷ്യോളജിസ്റ്റുകൾ ഉണ്ട്. അവരാണ് ഈ ഒരു അപ്രോച്ച് മെയിൻ ആയിട്ടും അവരാണ് ഇത് ഫോളോ ചെയ്യുന്നത്. അവരാണ് ഇത് എന്താണ് അവരുടെ സ്റ്റഡീസിലൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. കമ്പാരിറ്റീവ് സോഷ്യോളജിസ്റ്റുകളാണ് ഈ ഒരു നാലാമത്തെ അപ്രോച്ച് അവരാണ് ഫോളോ ചെയ്യുന്നത്. ഈ ഒരു അപ്രോച്ച് പ്രകാരം എങ്ങനെയാണ് അവർ പറയുന്നത്? എന്താണ്? നോട്ട് ടു റീഡ് ഡിസ്റ്റിങ്ക്റ്റ് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി. അവർ പറയുന്നത് ഇന്ത്യൻ സൊസൈറ്റിക്ക് മാത്രമുള്ള പ്രത്യേകതകൾ മാത്രം ഇങ്ങനെ പഠിച്ചിട്ട് അങ്ങനെ ഇന്ത്യ അങ്ങനെയാണ്, ഇന്ത്യ ഇങ്ങനെയാണ്, ഇന്ത്യയിൽ മാത്രമാണ് യൂണിറ്റി, ഇന്ത്യയിൽ മാത്രമാണ് ഡൈവേഴ്സിറ്റികൾക്കിടയിലും യൂണിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ത്യനെ മാത്രം ഇങ്ങനെ എന്താണ് ഗ്ലോറിഫൈ ചെയ്ത് ഇന്ത്യനെ മാത്രം ഇങ്ങനെ സ്പെസിഫൈ ചെയ്തിട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ബട്ട് വാട്ട് ഇറ്റ് ഹാസ് കോമൺ വിത്ത് അതർ സൊസൈറ്റീസ്. അതാണ്. അതായത് മറ്റു സൊസൈറ്റികൾ കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ മറ്റു സൊസൈറ്റികളുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ഇന്ത്യൻ സൊസൈറ്റിയെ പഠിക്കേണ്ടത്. മറ്റു സൊസൈറ്റികളുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ആ ഒരു സൊസൈറ്റിക്കും നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റിക്കും തമ്മിലുള്ള സിമിലാരിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ളത് ഫസ്റ്റ് പഠിക്കുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മറ്റു സൊസൈറ്റി എന്ന് പറയുമ്പോൾ ഇന്ത്യക്ക് പുറത്തുള്ള സൊസൈറ്റീസ് ആണ്. ഫോർ എക്സാമ്പിൾ യൂറോപ്പിലും ഒക്കെ വെസ്റ്റേൺ സൈഡിലുള്ള ഒരു സൊസൈറ്റീസും ഒക്കെ ആയിക്കോട്ടെ, അതിനൊക്കെ ആയിട്ട് ഇന്ത്യൻ സൊസൈറ്റീനെ കമ്പയർ ചെയ്യുക. എന്നിട്ട് അവർക്കും നമുക്കുള്ള സിമിലാരിറ്റീസ് കണ്ടെത്തുക, അതിനെ പഠിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, എന്നിട്ട് മാത്രം നമുക്കും അവർക്കുള്ള എന്താണ് വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിച്ചാൽ മതി. അല്ലാതെ ഇന്ത്യൻ സൊസൈറ്റിന്റെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഇന്ത്യൻ സൊസൈറ്റിക്ക് മാത്രമുള്ള ഫീച്ചേഴ്സ്, യുണീക്ക് ഫീച്ചേഴ്സ് മാത്രം പഠിച്ചതിനെ കൊണ്ട് ഒരിക്കലും ഇന്ത്യൻ സൊസൈറ്റിയെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂല. മറ്റു സൊസൈറ്റികളുമായിട്ട് കമ്പയർ ചെയ്ത് പഠിച്ചാൽ മാത്രമേ ഇന്ത്യൻ സൊസൈറ്റിയെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ എന്നുള്ളതാണ് ഈ നാലാമത്തെ അപ്രോച്ചിൽ പറയുന്നത്. അപ്പൊ നമ്മൾ 4 അപ്രോച്ചുകൾ നോക്കി. ദ കാറ്റലോഗിങ് ഓഫ് ട്രേഡ്സ് നോക്കി, അതായത് കുറച്ച് ട്രേഡ്സുകളെ മാത്രം ഇങ്ങനെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് ഇതുണ്ടെങ്കിൽ ഈ ഒരു ലിസ്റ്റ് ഓഫ് ട്രേഡ്സിൽ വരുന്ന ട്രേറ്റുകൾ ഏതെങ്കിലും സൊസൈറ്റി ഫോളോ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ഇന്ത്യക്കാരാണ്. അതാണ് ആ ഒരു സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് അപ്രോച്ച്. രണ്ടാമത്തെ അപ്രോച്ച് എന്താണ്? നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കലി മെഷർ ചെയ്തിട്ട് കാര്യമല്ല, നമ്മൾ സബ്ജക്റ്റീവായിട്ട് ഇന്ത്യയുടെ നാച്ചർ പഠിക്കണം. സബ്ജക്റ്റീവായിട്ട് നമ്മൾ ഇന്ത്യയുടെ കൾച്ചറൽ എസെൻസ് പഠിക്കണം. മൂന്നാമത്തെ അപ്രോച്ചിൽ പറയുന്നത് എന്താണ്? നമ്മൾ ഇന്ത്യൻ സൊസൈറ്റീസ് തമ്മിലുള്ള ആ ഒരു കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയൊക്കെയാണ് കൾച്ചർ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നതെന്ന് നോക്കിയാൽ മാത്രമേ ഇന്ത്യൻ സൊസൈറ്റിയെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റൂ എന്നുള്ളതാണ് മൂന്നാമത്തെ അപ്രോച്ച് പറയുന്നത്. നാലാമത്തെ അപ്രോച്ചിൽ എന്താണ്? അതായത് ഇന്ത്യൻ സൊസൈറ്റി ജസ്റ്റ് ആസ് എ ടൈപ്പാണ്. അതായത് നമ്മളെ മറ്റു സൊസൈറ്റികളുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ഇന്ത്യൻ സൊസൈറ്റിക്കും അവർക്കുള്ള സിമിലാരിറ്റീസും വ്യത്യാസങ്ങളും കണ്ടെത്തി പഠിക്കുകയാണ് വേണ്ടതാണ് നാലാമത്തെ അപ്രോച്ച് പറയുന്നത്. ഇതാണ് കോഹൻ പറയുന്ന പ്രധാനപ്പെട്ട 4 അപ്രോച്ചുകൾ. ഓക്കെ. ഇനി നമ്മൾ പുതിയൊരു ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. അണ്ടർസ്റ്റാൻഡിങ് ദ ജോഗ്രഫി ഓഫ് ഇന്ത്യ. അതായത് ഇന്ത്യൻ സൊസൈറ്റിയെ കുറിച്ച് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? നമ്മൾ ഇന്ത്യൻ സൊസൈറ്റിയുടെ ആ ഒരു ഇന്ത്യ എന്നുള്ള ആ ഒരു കൺട്രിയുടെ എന്ത് പഠിക്കണം? ജോഗ്രഫി പഠിക്കണം. അപ്പൊ നമുക്കറിയാം ജോഗ്രഫിക്ക് ഒരുപാട് റോൾ ഉണ്ട് അല്ലെ? അതായത് ഇപ്പൊ ഇന്ത്യന്റെ നേരത്തെ പറഞ്ഞു, ഇന്ത്യയിൽ ഒരുപാട് ഡൈവേഴ്സിറ്റീസ് ഉണ്ട് എന്ന് പറഞ്ഞു. ഈ ഡൈവേഴ്സിറ്റീസ് വരാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ്? ഇന്ത്യയുടെ ഈ ഒരു ജോഗ്രഫി ഓരോ സ്ഥലങ്ങളിലും വ്യത്യാസപ്പെട്ട് കിടക്കുന്നതാണ്. ഇപ്പൊ നോർത്ത് ഇന്ത്യയിലുള്ള ഒരു ജോഗ്രഫി അല്ല സൗത്ത് ഇന്ത്യയിലുള്ളത്. ഇപ്പൊ സെൻട്രൽ ഇന്ത്യയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും അല്ല, വേറെ തന്നെയാണ്. അപ്പൊ ഈ ഒരു ജോഗ്രഫി, ഇന്ത്യയുടെ ആ ഒരു ഭൂപ്രകൃതി, ആ ഒരു ഇന്ത്യയുടെ ആ ഒരു ഭൂപ്രകൃതിക്ക് ഒരുപാട് റോൾ ഉണ്ട് ഈ ഒരു ഡൈവേഴ്സിറ്റി കൊണ്ടുവരുന്നതിൽ എന്നാണ് പറയുന്നത്. The basic physiography of India that has provided a broad framework for a persistent historical, cultural and political pattern. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ഇന്ത്യൻ സൊസൈറ്റിയും വെസ്റ്റേൺ സൊസൈറ്റിയും തമ്മിൽ ഒരുപാട് ഡിഫറൻസസ് വരുന്നുള്ളത് ഉണ്ട് എന്നുള്ളത്. നേരത്തെ അതിനെക്കുറിച്ച് പഠിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ
ഇന്ത്യക്ക് മാത്രമായിട്ടുള്ള ആ ഒരു എന്താണ് പൊളിറ്റിക്കലും കൾച്ചറലും ഹിസ്റ്റോറിക്കലും ആയിട്ടുള്ള ആ ഒരു എന്താണ് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു എന്താണ് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പാറ്റേൺ ഉണ്ട് അല്ലെ ഇന്ത്യക്ക്. പൊളിറ്റിക്കലും കൾച്ചറലും ഹിസ്റ്റോറിക്കലും ആയിട്ടുള്ള ആ ഒരു പാറ്റേൺ കൊണ്ടുവരുന്നതിൽ ഇന്ത്യയുടെ ജോഗ്രഫിക്ക് ഒരുപാട് റോൾ ഉണ്ട് എന്നാണ് പറയുന്നത്. ഇവിടെ ഇന്ത്യൻ സൊസൈറ്റിയിലുള്ള അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ജോഗ്രഫിക്കൽ സോൺസിനെ കോഹൻ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത് 3 ആയിട്ടാണ്. അതായത് 3 ജോഗ്രഫിക്കൽ സോൺസ് ആണ് ഇന്ത്യയിലുള്ളത് എന്നാണ് കോഹൻ പറയുന്നത്. ഏതൊക്കെയാണ് ആ സോൺസ്? ദ പെരിനിയൽ ഓർ ന്യൂക്ലിയർ സോൺ. ഇങ്ങനെയുള്ള 3 തരത്തിലുള്ള സോൺസ് ആണ് ഇന്ത്യയിലുള്ളത് എന്നാണ് കോഹൻ പറയുന്നത്. ഇനി നമുക്ക് ഓരോ സോണിന്റെയും പ്രത്യേകതകൾ എന്താന്ന് നോക്കാം. ദ പെരിനിയൽ ഓർ ന്യൂക്ലിയർ സോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫെർട്ടൈൽ റിവർ ബേസിൻസ്, പ്ലെയിൻസ് ആൻഡ് ഡെൽറ്റ. അതായത് ഇതൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. റിവർ ബേസിൻസ്, പ്ലെയിൻസ് എന്നൊക്കെ പറഞ്ഞാല് നദീ തീരങ്ങള്, നദീതടങ്ങള്, പിന്നെ നദികൾ ഇങ്ങനെ ഈ ഒരു പിക്ചറിൽ കാണിച്ച പോലെ ഒരുപാട് ഇങ്ങനെ നദിയുടെ ഒരുപാട് കൈവഴികൾ ഇങ്ങനെ ഒരുപാട് ബ്രാഞ്ചസ് ഇങ്ങനെ ഒഴുകി വരുമ്പോൾ അതിന്റെ ഇടയ്ക്ക് ഇവിടെ കണ്ടോ ഒരു ഗ്രീൻ കളറിലുള്ള ഒരുപാട് പ്രദേശങ്ങളൊക്കെ ഇതിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ രൂപപ്പെടും. ഇതിനെയാണ് നമ്മൾ ഡെൽറ്റ എന്ന് പറയുന്നത്. ഈ ഡെൽറ്റയും പ്ലെയിൻസും റിവർ ബേസിൻസും ഒക്കെ ഉള്ള ഇങ്ങനെ നദീ തീരങ്ങളുമായിട്ട് ചുറ്റിപ്പറ്റി കിടക്കുന്ന ഈ ഒരു പ്രദേശങ്ങൾ ഉണ്ടാവുമല്ലോ, ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? പെരിനിയൽ ഓർ ന്യൂക്ലിയർ സോൺസ് എന്ന് പറയാം. ഇങ്ങനെയുള്ള ഈ ഒരു പ്രദേശങ്ങൾ നോർത്ത് ഇന്ത്യയിലും സൗത്ത് ഇന്ത്യയിലും ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സ്ഥലങ്ങളുടെ ഒരു പ്രത്യേകത എന്താണ്? ഹൈ പോപ്പുലേഷൻ ഡെൻസിറ്റി, സ്റ്റേബിൾ പൊളിറ്റിക്കൽ സിസ്റ്റം, ട്രേഡ് സെന്റേഴ്സ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ക്രാഫ്റ്റ് കമ്മോഡിറ്റീസ്. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളെ പൂർവികർ പണ്ട് മുതലേ എന്താണ് നദീതീരങ്ങളിൽ എന്താണ് ജീവിക്കുന്നവരാണെന്നുള്ള. എന്തായിരുന്നു നമ്മുടെ ഇന്ത്യയുടെ നമുക്കറിയാം ഒരു പ്രധാനപ്പെട്ട വരുമാന മാർഗം എന്ന് പറയുന്നത് അഗ്രികൾച്ചർ ആണല്ലേ. അപ്പോൾ ജലസേചനത്തിനും മറ്റു സൗകര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഒരു നദീതീരങ്ങൾ ജീവിക്കാൻ വേണ്ടിയിട്ടും കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടും ആളുകൾ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ പ്രദേശങ്ങൾ എന്ന് പറയുന്ന ഹൈ പോപ്പുലേഷൻ ഡെൻസിറ്റി ഉള്ളതാണ്. അവിടെ ഒരുപാട് ജനങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നതുകൊണ്ട് തന്നെ അവിടെ സ്റ്റേബിൾ ആയിട്ടുള്ള പൊളിറ്റിക്കൽ സിസ്റ്റം, അതേപോലെ തന്നെ അഗ്രികൾച്ചർ, ക്രാഫ്റ്റ്, കമ്മോഡിറ്റീസ് ഒക്കെ ട്രേഡ് ചെയ്യാനുള്ള സംവിധാനമൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ ഖന്ദാര എന്ന് പറയുന്ന ആ ഒരു സ്ഥലം, അതാണ് ഇന്ത്യയിലെ ഫസ്റ്റ് ന്യൂക്ലിയർ സോൺ ആയിട്ട് അറിയപ്പെടുന്നത് നോർത്ത് ഇന്ത്യയിൽ. ഇപ്പൊ ആ ഒരു പ്രദേശം പാകിസ്ഥാനിലാണ്. ഓക്കെ, ദ സത്ലജ് ജമുന ഡോബ് ആൻഡ് ദ ഗാഞ്ചസ് ജമുന ഡോബ് ഫോംഡ് ദ മേജർ ന്യൂക്ലിയർ സോൺസ് ഓഫ് നോർത്ത്. അതായത് നോർത്ത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഈ ഒരു ന്യൂക്ലിയർ സോൺസ് രൂപപ്പെടുത്തിയിട്ടുള്ള ആരൊക്കെയാണ്? സത്ലജ്, ജമുന, ഡോബ്. ഇതൊക്കെ ഈ സത്ലജ്, ജമുന എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. ഇന്ത്യയിൽ പ്രധാന ഡോബ്, ഇതൊക്കെ ഒരു സത്ലജ്, ജമുന. ഈ ഡോബ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇത് 2 നദികളാണല്ലോ. ഈ നദികൾ തമ്മിൽ ഇങ്ങനെ എന്താണ് കൂടിച്ചേരുന്ന പ്രദേശങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ. അങ്ങനെയുള്ള പ്രദേശങ്ങളൊക്കെ കൂടി ചേർന്നിട്ടാണ് ഇങ്ങനെയുള്ള ഈ ഒരു ന്യൂക്ലിയർ സോൺസ് രൂപപ്പെട്ടതെന്ന് പറഞ്ഞു. അപ്പോൾ നോർത്ത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഈ ന്യൂക്ലിയർ സോൺസ് രൂപപ്പെടുത്തിയിട്ടുള്ളതിൽ ഈ ഒരു സത്ലജ്, ജമുന, ഗംഗ, ജമുന, ഡോബ് ഇതൊക്കെയാണ് ഇങ്ങനെ രൂപപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ്? കുരുക്ഷേത്ര, പഞ്ചാല, കനൌജ്, പാനിപ്പത്ത്, ഡൽഹി, ആഗ്ര ഇതൊക്കെ ഈ ഒരു പറയപ്പെട്ട ന്യൂക്ലിയർ സോൺസ് ആയിട്ടാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ നോർത്ത് ഇന്ത്യയിൽ പ്രധാനപ്പെട്ട ന്യൂക്ലിയർ സോൺസ് ആണ്. അപ്പൊ ഇവിടെയൊക്കെ തന്നെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു വൈബ്രന്റ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ ആൻഡ് ഹിസ്റ്റോറിക്കൽ പാസ്റ്റ്, അതായത് ഇന്ത്യക്ക്, അതായത് പണ്ട് മുതലേ ഇന്ത്യക്ക് വൈബ്രന്റ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കലും അതുപോലെ തന്നെ ഒക്കെ ഉള്ള ഒരു ഹിസ്റ്ററി ഉണ്ട് എന്നാണ് പറയുന്നത്. ഈ ഒരു പ്രദേശങ്ങളൊക്കെ ഇന്ത്യയുടെ ചരിത്രത്തിൽ വളരെയധികം പങ്കുവഹിച്ചിട്ടുള്ള, ഇന്ത്യയുടെ ആ ഒരു കൾച്ചറൽ എവല്യൂഷനിലൊക്കെ ഒരുപാട് റോളുള്ള പ്രദേശങ്ങളാണെന്നാണ് പറയുന്നത്. These zones have distinct linguistic traditions and owing to physical features and climatic variations. അപ്പൊ നമ്മൾ പറഞ്ഞു ഈ ന്യൂക്ലിയർ സോൺസ് നോർത്ത് ഇന്ത്യയിലുണ്ട്, സൗത്ത് ഇന്ത്യയിലുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇപ്പോ ഇന്ത്യയിലുള്ള മൊത്തം ന്യൂക്ലിയർ സോൺസിനും ഒരേ ഫീച്ചേഴ്സ് അല്ല കേട്ടുള്ളത്. ഇപ്പൊ ന്യൂക്ലിയർ സോൺ എന്ന് പറയുന്നത് ഇപ്പൊ ഇന്ത്യയിലുള്ള മൊത്തം ന്യൂക്ലിയർ സോൺസും ഒരുപോലെയാണെന്ന് വിചാരിക്കരുത്. ഓരോ ന്യൂക്ലിയർ സോണിനും ഡിസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ള ലിംഗ്വിസ്റ്റിക് ഭാഷാപരമായിട്ടുള്ള പ്രത്യേകതകളും
അതുപോലെ തന്നെ ജോഗ്രഫിക്കലും ആയിട്ടുള്ള ഫിസിക്കൽ ഫീച്ചേഴ്സും ക്ലൈമാറ്റിക് ചേഞ്ചസ് ഒക്കെ ഓരോ ന്യൂക്ലിയർ സോണും ഓരോ തരത്തിലാണെന്നാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ സൗത്ത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ന്യൂക്ലിയർ സോൺസ് ഏതൊക്കെയാണ്? തമിഴ്നാട്, കേരള, മഹാരാഷ്ട്ര, മൈസൂർ, ആന്ധ്ര. ഇതാണ് സൗത്ത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ അവിടെയുള്ള പ്രധാനപ്പെട്ട ന്യൂക്ലിയർ സോൺസ്. അപ്പോൾ ആന്ധ്ര നമുക്കറിയാം, അവിടെ തെലുങ്കാണ് അവിടുത്തെ ഒരു ലാംഗ്വേജ് എന്ന് പറയുന്നത്. തമിഴ്നാട് വരുമ്പോൾ തമിഴ്, മഹാരാഷ്ട്ര മറാത്തി, കർണാടകയിൽ കന്നഡ, കേരളത്തിൽ മലയാളം എന്നറിയാം. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂലേ ഈ ഒരു ഓരോ ന്യൂക്ലിയർ സോണും എത്രത്തോളം വ്യത്യാസപ്പെട്ട് കിടക്കുന്നുള്ള ലാംഗ്വേജിന്റെ കാര്യത്തിൽ മാത്രം വരുമ്പോൾ. അതുപോലെ തന്നെ അഗ്രികൾച്ചർ ആയിക്കോട്ടെ, എല്ലാത്തിന്റെ കാര്യത്തിലും ഓരോ ന്യൂക്ലിയർ സോണും വ്യത്യാസപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതാണ്. അപ്പോ തമിഴ്നാട്ടിലുള്ള ഡെൽറ്റ ഫോം ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഇപ്പൊ ആന്ധ്രാപ്രദേശിലാണെന്നുണ്ടെങ്കിൽ ഗോദാവരി, കൃഷ്ണ റിവർ ഒക്കെയാണ്. പിന്നെന്താണ് അപ്പൊ അഗ്രികൾച്ചറിന്റെ പ്രത്യേകത ആയിക്കോട്ടെ. ഇപ്പൊ ഈ സോൺസിലൊക്കെ അഗ്രികൾച്ചറും നേരത്തെ പറഞ്ഞു ഹൈലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഏരിയാസ് ആണെന്ന് പറഞ്ഞു. അപ്പൊ അവിടെ തന്നെ അഗ്രികൾച്ചറും ഒക്കെ ഉണ്ടായതുകൊണ്ടാണ് ഹൈലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ളത്. അപ്പൊ ഓരോ പ്രദേശങ്ങളിലും ഓരോ ടൈപ്പ് ഓഫ് അഗ്രികൾച്ചർ ആണ്. ഇപ്പൊ കേരളത്തിലേക്ക് വരുമ്പോ കേരളം എന്ന് പറയുന്നത് മറ്റ് ന്യൂക്ലിയർ സോൺസിന്റെ കാര്യം നോക്കുമ്പോൾ എൻറ്റയർലി ഡിഫറെന്റ് ആണ് അല്ലെ. കാരണം മഹാരാഷ്ട്ര, തമിഴ്നാട്, ആന്ധ്ര ഇതൊക്കെ സൗത്ത് ഇന്ത്യയിൽ തന്നെയാണ്. പക്ഷെ കേരളം എന്ന് പറയുമ്പോഴോ, കേരളം നമുക്ക് സൗത്ത് ഇന്ത്യയിലാണോ നോർത്ത് ഇന്ത്യയിലാണോ സെൻട്രൽ, കേരളം എന്ന് പറയുന്നത് വേറെ തന്നെ ഒരു രാജ്യമാക്കാൻ പറ്റില്ല, അത്രയും ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പൊ കേരളത്തിന്റെ കാര്യം നോക്കുമ്പോൾ അവിടെ വെറ്റ് കൾട്ടിവേഷനും മാട്രിലീനി എന്ന് പറയുമ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. ഇന്ത്യയില് കേരളത്തിലെ ചില പ്രദേശങ്ങളിലൊരു പാട്രിയാർക്കൽ സിസ്റ്റം അല്ല ഉള്ളത്, മാട്രിയാർക്കൽ സിസ്റ്റം ആണ് ഉള്ളത്. പാട്രിയാർക്കൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ അതായത് കുടുംബത്തിൽ അല്ലെങ്കിൽ ആ ഒരു സൊസൈറ്റിയിൽ എപ്പോഴും ഭരണം കൈയാളുക ആണുങ്ങളായിരിക്കും എന്നുള്ളതാണ് ഒരു പാട്രിയാർക്കി പറയുന്നത്. ഇപ്പൊ ഒരു ഫാമിലി ആണെന്നുണ്ടെങ്കിൽ അവിടെ മൂത്ത മെയിൽ മെമ്പർ ആയിരിക്കും അവിടുത്തെ ആ ഒരു അതോറിറ്റി എന്ന് പറയുന്നതാണ് പാട്രി ആർക്കൽ എന്ന് പറയുന്നത്. മാട്രി ലീനി എന്ന് പറയുമ്പോൾ അതായത് അവിടുത്തെ ഫീമെയിൽ മെമ്പർ ആയിരിക്കും. മാട്രിയാർക്കൽ സിസ്റ്റത്തിൽ ഫീമെയിൽ മെമ്പർ ആയിരിക്കും അവിടുത്തെ ആ ഒരു അതോറിറ്റി ഫോളോ ചെയ്യുന്നത്. അതോറിറ്റി ഫിഗർ ആയി വരുന്നത് ഫീമെയിൽ മെമ്പർ ആയിരിക്കും. മാട്രിലീനി എന്ന് പറയുമ്പോൾ അവർ ആ ഒരു ലീനിയേജ് ആണ് ഫോളോ ചെയ്യുന്നത്. അതായത് ഇപ്പൊ കണ്ണൂരൊക്കെ നമുക്ക് അറിയുന്നുണ്ടായിരിക്കും. കണ്ണൂരൊക്കെ ഉള്ളൊരു സിസ്റ്റം അതായത് അവര് അമ്മമാരെ ആ ഒരു താവഴിയും അമ്മമാരെ ആ ഒരു വീട്ടിലൊക്കെയാണ് അവർ നിൽക്കുക. ആ ഒരു സിസ്റ്റം അത് കേരളത്തിന്റെ മാത്രം ഒരു പ്രത്യേകതയായിട്ടാണ് പറയുന്നത്. ആ ഒരു മാട്രിലീനി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സിസ്റ്റം. അതായത് വീട്ടിലെ ഒരു ഫാമിലിയിലെ സ്ത്രീകളാണ് അവിടുത്തെ മുതിർന്ന സ്ത്രീ ആയിരിക്കും. അതുപോലെ തന്നെ അങ്ങനെ ആ ഒരു ജനറേഷനിൽ ഇങ്ങനെ സ്ത്രീകളായിരിക്കും. ഇപ്പൊ ഒരു വലിയ ഒരു അമ്മ ഉണ്ടായിരിക്കും, അവരുടെ മകളായിരിക്കും പിന്നത്തെ റൂളർ. അങ്ങനെ റൂളർ എന്ന് പറയുമ്പോൾ അവിടുത്തെ അതോറിറ്റി എന്ന് പറയുന്നത്. പിന്നെ വെറ്റ് കൾട്ടിവേഷൻ നമുക്കറിയാം, ഒരു പാഡി അതായത് നെൽകൃഷി നോക്കുമ്പോൾ ഒരു വെറ്റ് കൾട്ടിവേഷൻ ആണ് കേരളത്തിലുള്ളത്. എന്നാൽ ഇവിടെയൊക്കെ എങ്ങനെയാണ്, മഹാരാഷ്ട്രയിലൊക്കെ എങ്ങനെയാണ്, അവിടെ എന്ന് പറയുന്നത് ഡ്രൈ അഗ്രികൾച്ചർ ആണ്. മില്ലറ്റ്, മെയ്സ്, ഗ്രാമ് നമുക്കറിയാലേ, കടുക്, അങ്ങനെയുള്ള പരിപ്പ്, രാഗി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ സ്ഥലങ്ങളിലൊക്കെ കൃഷി ചെയ്യുന്നത്. അപ്പൊ ഡ്രൈ അഗ്രികൾച്ചറിന്റെ കാര്യത്തിലുള്ള ഡിഫറൻസസ് ആണ് ഞാൻ പറയുന്നത് കേരളത്തിലും ഈ ഒരു മഹാരാഷ്ട്രയിലും. മഹാരാഷ്ട്ര എന്ന് പറയുമ്പോൾ ഒരു ന്യൂക്ലിയർ സോണാണ്, കേരള എന്ന് പറയുമ്പോൾ വേറൊരു ന്യൂക്ലിയർ സോണാണ്. അപ്പോൾ ഓരോ ന്യൂക്ലിയർ സോണും വേറൊരു ന്യൂക്ലിയർ സോണിൽ നിന്നും എത്രത്തോളം ഓരോ കാര്യങ്ങളിലും വ്യത്യാസപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതാണ് കേട്ടോ ഞാൻ ഈ ഒരു ലാംഗ്വേജും അതേപോലെ തന്നെ ഈ ഒരു വെറ്റ് കൾട്ടിവേഷൻ, ഡ്രൈ അഗ്രികൾച്ചർ ഇതൊക്കെ കൊടുത്തുകൊണ്ട് ഉദ്ദേശിച്ചത്. പിന്നെ അപ്പൊ നമ്മള് രണ്ടാമത്തെ സോണിലേക്ക് പോകണം. നമ്മൾ ന്യൂക്ലിയർ സോൺ നോക്കി, രണ്ടാമത്തെ സോണാണ് റൂട്ട് സോൺ എന്ന് പറയുന്നത്. മാൽവ ഇസ് എ ടിപ്പിക്കൽ എക്സാമ്പിൾ. റൂട്ട് സോണിന് ഇന്ത്യയിലുള്ള ഒരു പ്രധാനപ്പെട്ട എക്സാമ്പിൾ ആണ് മാൽവ എന്ന് പറയുന്നത്. മാൽവ പ്ലാറ്റ്യൂ, ആ ഒരു അതിന്റെ പിക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആ ഒരു ഏരിയന്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് ഈസ് എ സെമി അരിഡ് റീജിയൻ. സെമി അരിഡ് ആയിട്ടുള്ള ഒരു റീജിയൻ ആണ് കേട്ടോ ഇത്. പിന്നെ അപ്പോ
നോർത്ത്, അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ന്യൂക്ലിയർ സോണിന് ഇന്ത്യയുടെ ആ ഒരു ഹിസ്റ്ററി, അതുപോലെ തന്നെ ഇന്ത്യയുടെ ആ ഒരു ഹിസ്റ്ററിയിലൊക്കെ ഒരുപാട് റോൾ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ഡൽഹി, ആഗ്ര, പാനിപ്പത്ത്, ഇതൊക്കെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരുപാട് പങ്ക് വഹിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട പ്രദേശങ്ങളാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഈ റൂട്ട് സോൺസിന്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് കണക്ട്സ് നോർത്ത് ഇന്ത്യ വിത്ത് ദ വെസ്റ്റേൺ കോസ്റ്റ് ആൻഡ് ഡെക്കാൻ. It acts as a passage for invaders and traders to reach nuclear zones of attraction. It is a distinct cultural region lying towards south of Aravalli Ranges. ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ, നിങ്ങൾക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാവും. അതുപോലെ തന്നെ ഈ ഒരു പ്രദേശത്തിന്റെ ഒരു പ്രത്യേകത ആയിട്ട് പറഞ്ഞത് ഡിസ്റ്റിങ്ക്റ്റ് കൾച്ചറൽ റീജിയൻ ആണ്. പിന്നെന്താണ്? ഇതിനിപ്പോ ഈ ഒരു റൂട്ട് സോൺസിന് ഒരു യൂണിഫൈഡ് ആയിട്ടുള്ള പെർസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ, അവർ സ്ഥിരമായിട്ടുള്ള അവർക്ക് മാത്രമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ട്രഡീഷൻ ഒന്നും ഇല്ല എന്നാണ് കേട്ടോ പറയുന്നത്. പിന്നെന്താണ്? റൂട്ട് സോണിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ് ഇത്. ഞാൻ നിങ്ങളുടെ ഇഗ്നോന്റെ ആ ഒരു മെറ്റീരിയലിൽ ഒരു ടാസ്ക്, ഒരു ആക്ടിവിറ്റിയിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു കാര്യം. അതാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. നിങ്ങൾ ഈ ഒരു മെറ്റീരിയൽ വായിക്കുമ്പോൾ നിങ്ങൾക്ക് അത് എത്രത്തോളം വായിച്ചിട്ട് മനസ്സിലായി എന്ന് ടെസ്റ്റ് ചെയ്യാനുള്ള കുറച്ച് ആക്ടിവിറ്റീസ് ആണ്. അതിലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു മാൾവ എന്തിന്റെ എക്സാമ്പിൾ ആണ് എന്നുള്ളതൊക്കെ. അപ്പൊ മാൾവ എന്ന് പറയുന്നത് റൂട്ട് സോണിന്റെ ഒരു നല്ലൊരു എക്സാമ്പിൾ ആണ് മാൾവ എന്ന് പറയുന്നത്. പിന്നെ അതിന്റെ ഒരു പ്രത്യേകത, മറ്റ് 2 സോണിൽ നിന്നും ഈ സോണിന്റെ മാത്രം ഒരു പ്രത്യേകത എന്താണ്? Socially and culturally, they are mosaics rather than having distinctive culture and social structure. ഇവർക്ക് എന്ന് പറയുന്നത് ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു മൊസൈക്ക് ടൈപ്പ് കൾച്ചറാണുള്ളത്. സോഷ്യലി ആൻഡ് കൾച്ചറലി ഇവർ ഒരു മൊസൈക്ക് ടൈപ്പ് ഓഫ് കൾച്ചറാണ് ഫോളോ ചെയ്യുന്നത്. അവർക്ക് മാത്രമായിട്ടുള്ള ഒരു ഡിസ്റ്റിങ്റ്റീവ് കൾച്ചറോ അല്ലെങ്കിൽ സോഷ്യൽ സ്ട്രക്ചറോ ഇല്ല എന്നാണ് പറയുന്നത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? ഏരിയാസ് ഓഫ് സെറ്റിൽമെന്റ് ഓഫ് മൈഗ്രേറ്റഡ് പോപ്പുലേഷൻ, അതായത് അവിടെ അധികം ഉള്ളത് മൈഗ്രേറ്റഡ് പോപ്പുലേഷൻ ആണ്. അതുകൊണ്ട് തന്നെ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്യപ്പെട്ട ആളുകളായതുകൊണ്ട് തന്നെ എന്താണ്, അവിടെ ഒരു മിക്സ്ഡ് കൾച്ചർ ആയിരിക്കും അല്ലെ സ്വാഭാവികമായിട്ടും ഉണ്ടായിരിക്കുക. അപ്പൊ അതാണ് പറയുന്നത്. ഓക്കെ, അത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. റൂൾ സോൺ സിമ്പിൾ ആണ്. മാൾവ എന്നുള്ളത് ഓർത്ത് വെക്കുക. അതേപോലെ തന്നെ സെമി അരിഡ് റീജിയൻ ആണെന്നുള്ളത് ഓർത്ത് വെക്കുക. പിന്നെ ഈ ഒരു ലാസ്റ്റ് പോയിന്റ്, ഒരു മൊസൈക്ക് കൾച്ചറാണ് അവർ ഫോളോ ചെയ്യുന്നത് എന്നുള്ളത്. പിന്നെ 3ാമത്തെ സോണിലേക്ക് വരികയാണ്, ദ സോൺസ് ഓഫ് റിലേറ്റീവ് ഐസൊലേഷൻ. ഈ ഒരു ഏരിയയുടെ പ്രത്യേകത എന്താണ്? ആദ്യം തന്നെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് തുടങ്ങാം. ഈ ഒരു ഇതെന്ന് പറയുന്നത്, ഈ ഒരു പിക്ചറിൽ കാണുന്നത് ലഡാക്കിലെ ഒരു വില്ലേജ് ആണിത്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകുന്നുണ്ടായിരിക്കും എങ്ങനെയാണ് ഇത്. ഫുൾ എന്താണ്, മൗണ്ടെയിൻസ് ചുറ്റപ്പെട്ട് കിടക്കുകയാണല്ലേ ഈ ഒരു വില്ലേജിനെ. അപ്പൊ എന്താണ്, റിലേറ്റീവ്ലി ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. റിലേറ്റീവ്ലി ഐസൊലേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, മറ്റു പ്രദേശങ്ങളുമായിട്ടൊക്കെ താരതമ്യേന ഒറ്റപ്പെട്ട് കിടക്കുന്ന, ഒറ്റപ്പെട്ട് കിടക്കുന്ന, അങ്ങനെ പറയാൻ പറ്റൂല, താരതമ്യേന ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശങ്ങൾ, അതിനെയാണ് നമ്മൾ റിലേറ്റീവ് സോൺ എന്ന് പറയാം. അപ്പൊ ഈ ഒരു റിലേറ്റീവ് ഐസൊലേഷൻ ആയതുകൊണ്ട് തന്നെ എന്താണ്, ജോഗ്രഫിക്കലി ലെസർ കണ്ടക്റ്റീവ് ഏരിയാസ് ഓഫ് ഹ്യൂമൻ സെറ്റിൽമെന്റ്. നേരത്തെ ഫസ്റ്റ് ആ ഒരു ന്യൂക്ലിയർ സോണിന്റെ ടൈമിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹൈലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഏരിയാസ് ആണെന്ന്. എന്നാൽ ഇവിടെ നേരം ഓപ്പോസിറ്റ് ആണുള്ളത്. ഇവിടെ പോപ്പുലേഷൻ വളരെ കുറവായിരിക്കും. അതുപോലെ തന്നെ ഇന്നാക്സസിബിൾ ആണ്. അവിടേക്ക് അങ്ങനെ പെട്ടെന്ന് എത്തിപ്പെടാൻ കഴിയും. നമുക്കറിയാലേ ലഡാക്ക്, ജമ്മു ആൻഡ് കാശ്മീർ, അവിടേക്ക് എത്തിപ്പെടണമെന്നുണ്ടെങ്കിൽ കുറച്ച് റിസ്ക് ആണ്. അതേപോലെ തന്നെ ദ നോർത്തേൺ പാർട്ട് ഓഫ് ദ കൺട്രി ഈസ് ഹില്ലി ആൻഡ് മൗണ്ടെയിനസ് ആൻഡ് റെപ്രസെന്റ് സെവറൽ സോൺസ് ഓഫ് റിലേറ്റീവ് ഐസൊലേഷൻ ലൈക്ക് ലഡാക്ക്, ജമ്മു ആൻഡ് കാശ്മീർ എക്സെട്ര. അതായത് ഹില്ലി ആയിട്ടുള്ള ഒരു ഏരിയ ആയിരിക്കും ഇത് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് ഐസൊലേറ്റഡ് ആയിട്ട് പോകുന്നത്. അപ്പോൾ നോർത്ത് വെസ്റ്റ് ഇന്ത്യയിലുള്ള ഒരു റിലേറ്റീവ് ഐസൊലേഷൻ ആയിട്ടുള്ള ഒരു സോൺസ് ഒക്കെ ഇവിടെ ഞാൻ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ സെൻട്രൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ടിട്ടുള്ള 2 സോൺസ് ആണ് ഇത്. ഇത് നിങ്ങൾ വായിച്ചാൽ മതി. വിന്ധ്യ മൗണ്ടെയിൻസ്, ഈസ്റ്റേൺ ഗുജറാത്ത്, നർമ്മദ റിവർ, ഈസ്റ്റേൺ ബനാറസ് ഫ്രം വെയർ കെയ്മൂസ് ഹിൽസ് ആർ വിസിബിൾ. ഈ ഒരു വിന്ധ്യ മൗണ്ടെയിൻസിനെയും ഈസ്റ്റേൺ ഗുജറാത്ത്, നർമ്മദ റിവർ, ഇതിനൊക്കെ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഏരിയാസ്, ഇതൊക്കെ ഈ ഒരു റിലേറ്റീവ് ഐസൊലേഷനിൽ വരുന്നതാണ്.
പിന്നെ എങ്ങനെയാണ് വിന്ധ്യ റേഞ്ച്, നോർത്തേൺ മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, നോർത്ത് വെസ്റ്റേൺ ഒറീസ ആൻഡ് സൗത്ത് ഈസ്റ്റേൺ ബീഹാർ. ഇതിനൊക്കെ ചുറ്റപ്പെട്ട് ആ ഒരു മലനിരകളാൽ ചുറ്റപ്പെട്ട് നടക്കുന്ന ആ ഒരു പ്രദേശങ്ങൾ ഉണ്ടാവുമല്ലോ, അവർക്ക് എന്താണ് മറ്റ് പ്രദേശങ്ങളുമായിട്ട് വലിയൊരു ബന്ധം ഉണ്ടാവില്ല. കാരണം ഈ ഒരു പർവ്വത നിരകൾ കൊണ്ട് തന്നെ ഇങ്ങനെ മറ്റു പ്രദേശങ്ങളുമായിട്ട് ഇതൊക്കെ കയറി ഇറങ്ങിയിട്ട് വേണമല്ലോ അവർക്ക് അവിടേക്ക് എത്താൻ. അതുകൊണ്ട് തന്നെയാണ് അവർ റിലേറ്റീവ്ലി എന്താണ് ഐസൊലേറ്റ് ആയി കാണപ്പെടുന്നത്, ഒറ്റപ്പെട്ട് കിടക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മള് നേരത്തെ ഈ ഒരു ന്യൂക്ലിയർ സോൺ നോക്കി, റൂട്ട് സോൺ നോക്കി, പിന്നെ റിലേറ്റീവ് ഐസൊലേഷൻ നോക്കി. അത് സിമ്പിൾ ആണ്, അത് വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ നമ്മൾ പുതിയൊരു ടോപ്പിക്കിലേക്ക് വരികയാണ്, വ്യൂവിങ് ഇന്ത്യ ഫ്രം എ കൾച്ചറൽ ആൻഡ് സ്ട്രക്ചറൽ പെർസ്പെക്റ്റീവ്. ഇനി നമ്മൾ എങ്ങനെയാണ് ഇന്ത്യനെ പഠിക്കാൻ പോകുന്നത്? നമ്മൾ ഇന്ത്യനെ കൾച്ചറലി ആൻഡ് സ്ട്രക്ചറലി ആ ഒരു പെർസ്പെക്റ്റീവില്, കൾച്ചറൽ ആൻഡ് സ്ട്രക്ചറൽ പെർസ്പെക്റ്റീവിൽ നിന്നിട്ട് ഇന്ത്യയെ നോക്കി കാണുമ്പോൾ എങ്ങനെയാണ് ഇന്ത്യയുടെ ഒരു നാച്ചർ എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇന്ത്യയുടെ ആ ഒരു സോഷ്യൽ സ്ട്രക്ചറും കൾച്ചറും ഒക്കെ ഷേപ്പ് ചെയ്യുന്നതിൽ നമ്മൾ നേരത്തെ കുറെ നേരമായി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, ഇന്ത്യക്ക് മാത്രമായിട്ടുള്ള ഒരു എന്താണ് മറ്റ് കൺട്രീസിനെ വെച്ച് നോക്കുമ്പോൾ, വെസ്റ്റേൺ കൺട്രീസിനായിക്കോട്ടെ, ആഫ്രിക്കൻ കൺട്രീസിനായിക്കോട്ടെ, വേറെ ഏത് കൺട്രീസിനായിക്കോട്ടെ, നമ്മൾ നോക്കുമ്പോൾ ഇന്ത്യക്ക് മാത്രമായിട്ട് കുറച്ച് കൾച്ചറൽ ആൻഡ് സ്ട്രക്ചറൽ ഫീച്ചേഴ്സ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതെങ്ങനെയാണ് ഇന്ത്യയുടെ ആ ഒരു റിലീജിയൻ ആയിക്കോട്ടെ, എക്കണോമിക് ആയിക്കോട്ടെ, പൊളിറ്റിക്കൽ ആയിക്കോട്ടെ, ഒരുപാട് ഇതിനൊക്കെ ഒരുപാട് റോൾ ഉണ്ട് ഈ ഒരു ഇന്ത്യയുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഈ ഒരു സ്ട്രക്ചറും കൾച്ചറൊക്കെ ഡിറ്റർമൈൻ ചെയ്യുന്നതിൽ എന്നാണ് പറയുന്നത്. പിന്നെന്താണ് പറയുന്നത്, സ്ട്രക്ചറലി ആൻഡ് കൾച്ചറലി ഇന്ത്യൻ സിവിലൈസേഷൻ ഈസ് ഹൈലി സെഗ്മെന്റഡ് ആൻഡ് സ്ട്രാറ്റിഫൈഡ്. ഹൈലി സെഗ്മെന്റഡ് ആൻഡ് സ്ട്രാറ്റിഫൈഡ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ അതേ സംഭവം തന്നെ, ഒരു പ്രദേശത്തിനെ പോലെയല്ല വേറൊരു പ്രദേശം, അതായത് ഓരോ സെഗ്മെന്റ്സ് എന്ന് പറഞ്ഞ പാർട്സ് ആണ്, ഓരോ പാർട്സും ഹൈലി സ്ട്രക്ചറിന്റെ കാര്യത്തിലും കൾച്ചറിന്റെ കാര്യത്തിലൊക്കെ ഒരുപാട് സ്ട്രാറ്റസ് ആയിട്ടാണ് കിടക്കുന്നത്, അതായത് ഓരോ പാർട്ടായിട്ടാണ് കിടക്കുന്നത്. പിന്നെ ഹിന്ദുയിസം ആസ് എ വേ ഓഫ് ലൈഫ് റേദർ ദാൻ എ റിലീജിയൻ ഇൻ ഇന്ത്യ. ബുദ്ധിസം, ജൈനിസം ആൻഡ് സിഖിസം ആൻഡ് ഔട്ട്സൈഡ് റിലീജിയൻ ആയിട്ടുള്ള ഇസ്ലാം, ക്രിസ്ത്യാനിറ്റി, അതൊക്കെ ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട മറ്റു റിലീജിയൻസ് ആണ്. അപ്പോൾ ഹിന്ദുയിസം എന്ന് പറയുന്നത് ഒരു റിലീജിയൻ എന്നതിനേക്കാൾ ഒരു വേ ഓഫ് ലൈഫ് ആയിട്ടാണ് ഇന്ത്യയുടെ കേസിൽ വരുന്നത് എന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ ഈ ഒരു ഹിന്ദുയിസത്തിന് പുറമെ ബുദ്ധിസം, ജൈനിസം, സിഖിസം ഇങ്ങനെയുള്ള ഒരുപാട് റിലീജിയൻസ് ഇന്ത്യയിലുണ്ട്. പിന്നെ പുറത്തു നിന്ന് ഇതൊക്കെ ഇപ്പോൾ ബുദ്ധിസം, ജൈനിസം ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും, ഇന്ത്യയിൽ തന്നെ രൂപപ്പെട്ടിട്ടുള്ള റിലീജിയൻസ് ആണ്. അപ്പോൾ ഈ ഒരു ഇസ്ലാം, ക്രിസ്ത്യാനിറ്റി ഇതിനൊക്കെ ഔട്ട്സൈഡ് റിലീജിയൻസ് എന്നാണ് പറയുന്നത്, അതായത് മറ്റ് കൺട്രീസിലുള്ള മൈഗ്രൻസ് ഇവിടെ വന്ന സമയത്ത് ഇവിടേക്ക് എന്താണ് അവർ തന്നിട്ട് പോയിട്ടുള്ള കുറച്ച് റിലീജിയൻസ്, അതാണ് ക്രിസ്ത്യാനിറ്റി, ഇസ്ലാം. അതുകൊണ്ടാണ് ഔട്ട്സൈഡ് റിലീജിയൻസ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ അതിനൊക്കെ നമ്മൾ വെൽക്കം ചെയ്യുന്നുണ്ട്, നമ്മൾ എന്തിനേയും വെൽക്കം ചെയ്യുന്ന ഒരു സൊസൈറ്റി ആണെന്നാണ് പറയുന്നത്. The great tradition of India is based on the hierarchy of Varna order. നമുക്കറിയാലേ ഇന്ത്യയിൽ എന്തുണ്ട്, ഒരു വർണ്ണ സിസ്റ്റം, ജാതി സിസ്റ്റം ഒക്കെ ഉണ്ട്. അപ്പൊ ഇന്ത്യക്ക് മാത്രമായിട്ടുള്ള ഒരു പ്രത്യേകതയാണ് ഈ ജാതി സിസ്റ്റം, കാസ്റ്റ് സിസ്റ്റം എന്നൊക്കെ പറയുന്നത്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും ആ ഒരു ചാതുർവർണ്ണ സിസ്റ്റം, അതായത് ബ്രാഹ്മിൻ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 4 വർണ്ണ സിസ്റ്റം നമുക്കുണ്ട് അല്ലേ. ആ ഒരു 4 സ്ട്രാറ്റസ് ആയിട്ട് ബ്രാഹ്മിൻസ് ഏറ്റവും ഹയർ കാസ്റ്റ്, പിന്നെ അതിന്റെ താഴേക്ക് ഇങ്ങനെ ബാക്കി 3 കാസ്റ്റുകൾ വരുന്ന ആ ഒരു സിസ്റ്റം, അതാണ് ഇന്ത്യയിലുള്ള ആ ഒരു സോഷ്യൽ ഓർഡറിനെ തന്നെ, ആ ഒരു സോഷ്യൽ സിസ്റ്റത്തെ മൊത്തമായിട്ട് ഡിറ്റർമൈൻ ചെയ്യുന്നതും റൂൾ ചെയ്യുന്നതൊക്കെ ഈ ഒരു വർണ്ണ സിസ്റ്റം ആണെന്നാണ് പറയുന്നത്. In the Indian subcontinent, Islam and Christianity have also accepted this social order in practice, not in ideology. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ഇസ്ലാമും ക്രിസ്ത്യാനിറ്റിയും ഒക്കെ പുറത്തുനിന്ന് വന്നതാണെന്ന് പറഞ്ഞു. അപ്പൊ അവരെന്താണ് ആ ഒരു റിലീജിയൻസിലൊന്നും ശരിക്കും ഈ ഒരു ഹൈറാർക്കിയോ അല്ലെങ്കിൽ ഈ ഒരു ടൈപ്പ് ഓഫ് നേരത്തെ പറഞ്ഞ ആ ഒരു ജാതി സിസ്റ്റം ഒന്നും ഇല്ല അവർക്ക്. അവർക്ക് ആ ഒരു എന്താണ് ഒരു വിഭാഗം ആളുകള് ഏറ്റവും ഉയർന്ന ആളുകളാണ്, അവർക്ക് സൊസൈറ്റിയിലുള്ള എല്ലാ ആനുകൂല്യങ്ങളും, അവർക്ക് സൊസൈറ്റിയിലുള്ള എല്ലാ ബെനിഫിറ്റ്സും കൂടുതൽ കിട്ടുന്ന ഒരു വിഭാഗം, വളരെ കുറഞ്ഞ് അനുഭവിക്കുന്ന ഒരു വിഭാഗം, ഇതിന്റെ ഇടയിലുള്ള ഒരു വിഭാഗം, അങ്ങനെയുള്ള ഒരു
കൺസെപ്റ്റ് എന്തിലില്ല, ക്രിസ്ത്യാനിറ്റിക്കും ഇസ്ലാമിനും ഇല്ല. പക്ഷെ ഇന്ത്യയിലേക്ക് ഈ ഒരു റിലീജിയൻസ് വന്ന് ഇന്ത്യയിൽ ഈ ഒരു റിലീജിയൻസ് ആളുകൾ ഫോളോ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എന്താ സംഭവിച്ചത്? അവർ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ആ ഒരു വർണ്ണ സിസ്റ്റം ഈ ഒരു റിലീജിയൻസിലേക്കും വന്ന് അവരും അത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. ഐഡിയോളജിയിലല്ല, പ്രാക്ടീസിലേക്ക് വരുമ്പോൾ അവർ നേരത്തെ പറഞ്ഞ ആ ഒരു ഹയറാർക്കി എന്ന് പറയുമ്പോൾ എന്താണ്, ആ ഒരു സോഷ്യൽ ലാഡറിനെയാണ് പറയുന്നത്. ആ ഒരു കോണി മുകളില് ഇങ്ങനെ അതിന്റെ താഴെ ആ ഒരു സിസ്റ്റം ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ആ ഒരു ഹയറാർക്കി എന്ന് പറയുന്നത്. അത് ഇവരും ഈ റിലീജിയൻസും ഫോളോ ചെയ്യാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. The caste system played an important role in power dynamics and formation of social networks and groups even in contemporary India. നമുക്കറിയാം കണ്ടംപററി ഇന്ത്യയിൽ പോലും ഈ ഒരു ജാതി സിസ്റ്റം, ഈ ഒരു കാസ്റ്റ് സിസ്റ്റത്തിന് അത്രത്തോളം റോൾ ഉണ്ട് എന്ന് നമുക്കറിയാം അല്ലെ. ഇപ്പോൾ ജോബിന്റെ കാര്യങ്ങളിലായിക്കോട്ടെ, ഇപ്പോൾ ഗവൺമെന്റ് ജോബ് ആയിക്കോട്ടെ, ഒക്കെ നമുക്കറിയാം അല്ലെ. അതായത് ഓരോ കാസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഇപ്പോഴും ഓരോ ഇഷ്യൂസും ഒക്കെ, അതായത് ഈ ഒരു താഴ്ന്ന കാസ്റ്റിന് ഒന്നും ലഭിക്കുന്നില്ല, അവരിപ്പോഴും എക്കണോമിക്കലി ആൻഡ് സോഷ്യലി ഇപ്പോഴും എന്താണ് വളരെ ആ ഒരു ലോവർ സ്റ്റേജിലാണ് നിൽക്കുന്നത് എന്നുള്ള ആ ഒരു ഇഷ്യൂസ് ഒക്കെ നമ്മളിപ്പോ ഡെയിലി പേപ്പറിലൂടെയൊക്കെ വായിക്കുന്നതാണ്. അപ്പൊ ഇതാണ് പറയുന്നത്, ഈവൻ ഇൻ കണ്ടംപററി ഇന്ത്യയിൽ പോലും ഈ എന്താണ് ഇന്ത്യയിലുള്ള ആ ഒരു പവറിനെയും പൊളിറ്റിക്സിനെയൊക്കെ ഡിറ്റർമൈൻ ചെയ്യുന്നതിൽ ഈ ഒരു കാസ്റ്റ് സിസ്റ്റത്തിന് വലിയൊരു റോൾ ഉണ്ട്. ഓക്കെ, ഇതൊക്കെ ഇന്ത്യയുടെ ഒരു സ്ട്രക്ചറൽ ആൻഡ് കൾച്ചറൽ എന്താണ് കാര്യങ്ങളാണ് കേട്ടോ നമ്മൾ പറയുന്നത്. നമ്മളിപ്പോ നോക്കുന്നത് എന്താണ്, ഇന്ത്യയെ കൾച്ചറലി ആൻഡ് സ്ട്രക്ചറലി പഠിക്കാൻ ശ്രമിക്കുകയാണ്. അതായത് ആ ഒരു പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് നമ്മൾ ഇന്ത്യൻ സൊസൈറ്റിയെ മനസ്സിലാക്കുകയാണ്, നോക്കിക്കാണുകയാണ്. പിന്നെ ഇന്ത്യൻ സൊസൈറ്റിയുടെ മറ്റൊരു ഫീച്ചർ എന്താണ്, ദ വർണ്ണ ആൻഡ് ജാതി സിസ്റ്റംസ് റൂൾ ദ സോഷ്യൽ വേൾഡ് ബൈ ഇറ്റ്സ് സൂപ്പർ ഇമ്പോസിഷൻ ഓൺ ദ കിൻഷിപ്പ് സിസ്റ്റം ബൈ ദ റൂൾ ഓഫ് ജാതി എൻഡോഗമി. അപ്പൊ ഇന്ത്യക്ക് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് കാസ്റ്റ് സിസ്റ്റം എന്ന് പറഞ്ഞു. അപ്പൊ കാസ്റ്റ് സിസ്റ്റം സോഷ്യൽ എന്താണ് നമ്മുടെ സൊസൈറ്റിയിലുള്ള ഒരു പവർ ഡൈനാമിക്സിനെയും ഒരു സോഷ്യൽ നെറ്റ്വർക്കിനെയും ഒക്കെ രൂപപ്പെടുത്തുന്നത് ഇന്ത്യയിലുള്ള ഈ ഒരു ജാതി സിസ്റ്റം ആണെന്ന് പറഞ്ഞു. അതെങ്ങനെയാണ് ആ ഒരു ജാതി സിസ്റ്റം അത് നടപ്പിൽ വരുത്തുന്ന എങ്ങനെയാണ് ആ ഒരു പവറൊക്കെ, അതാണ് പറയുന്നത്. ഇറ്റ്സ് സൂപ്പർ ഇമ്പോസിഷൻ ഓൺ ദ കിൻഷിപ്പ് സിസ്റ്റം. ഇന്ത്യയിൽ നമുക്കറിയാം കിൻഷിപ്പ് സിസ്റ്റം ഉണ്ട്. അതായത് കിൻഷിപ്പ് എന്ന് പറയുമ്പോൾ ബന്ധുത്വം, അതൊക്കെ സോഷ്യോളജിയിൽ വരുന്ന ഓരോ കൺസെപ്റ്റ്സ് ആണ്. ഈ ഒരു കിൻഷിപ്പ് എന്ന് പറയുമ്പോൾ ബന്ധുത്വം, അതായത് നമുക്കറിയാം മറ്റ് കൺട്രീസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇന്ത്യയിൽ എന്താണ് ഫാമിലിക്കും അതുപോലെ തന്നെ ഒരു ഫാമിലിയിലുള്ള മെമ്പേഴ്സ് തമ്മിലും പാരൻസും ചിൽഡ്രനും തമ്മിലൊക്കെ വളരെയധികം എന്താണ് റിലേഷൻഷിപ്പ് ഫോളോ ചെയ്യുന്ന ഒരു സൊസൈറ്റിയാണ് നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറയുന്നത്. അപ്പൊ ജാതി എൻഡോഗമിയിലൂടെയാണ് ഈ ഒരു ജാതി സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. ജാതി എൻഡോഗമി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, അതായത് നമുക്കറിയാം ഒരു ഹിന്ദു കമ്മ്യൂണിറ്റിന്റെ കാര്യത്തിൽ ഇപ്പോൾ പല ആളുകൾ ഇത് ഫോളോ ചെയ്യുന്നില്ല, എന്നാലും ഇപ്പോഴും അത് ഫോളോ ചെയ്യുന്ന ആളുകൾ ഇഷ്ടംപോലെ ഉണ്ട്. നമുക്കറിയാം ബ്രാഹ്മിൻ എന്ന് പറയുന്ന ആ ഒരു കാസ്റ്റിലുള്ള ആളുകൾ ആ ഒരു കാസ്റ്റിൽ നിന്ന് മാത്രമേ വിവാഹം കഴിക്കൂ. അപ്പൊ അവര് ഒരിക്കലും പോയിട്ട് ക്ഷത്രിയ അല്ലെങ്കിൽ ശൂദ്ര വൈശ്യ വിഭാഗത്തിൽ നിന്ന് ഒരിക്കലും ഒരു പെൺകുട്ടീനെ ഇങ്ങോട്ടോ അല്ലെങ്കിൽ ഒരു ബ്രാഹ്മൺ സൊസൈറ്റി അല്ല ആ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ഒരു പുരുഷൻ പോയിട്ട് വേറൊരു ക്ഷത്രിയ കമ്മ്യൂണിറ്റിയിലുള്ള അല്ലെങ്കിൽ ശൂദ്ര കമ്മ്യൂണിറ്റിയിലുള്ള ഒരു പെൺകുട്ടിയെ ഇങ്ങോട്ട് കല്യാണം കഴിച്ചു കൊണ്ടുവരുമോ അല്ലെങ്കിൽ അങ്ങോട്ട് ഒരു എന്താണ് അങ്ങനെയുള്ള ഒരു വിവാഹ ബന്ധം ഇന്ത്യയില് സാധ്യമല്ല. ജാതി എൻഡോഗമി എന്ന് പറയുന്നത് എന്താണ്, എൻഡോഗമി എന്ന് പറഞ്ഞാല് അതൊരു റൂളാണ്. അതായത് ആ ഒരു കാസ്റ്റ് സിസ്റ്റത്തിന്റെ ഒരു റൂളാണ്. അതായത് ഇന്ന കാസ്റ്റിൽപ്പെട്ട, അതായത് ഇപ്പോ ബ്രാഹ്മിൻ എന്ന് പറഞ്ഞ ആ ഒരു കാസ്റ്റിൽപ്പെട്ട ആളാണെന്നുണ്ടെങ്കിൽ അയാൾ വിവാഹം കഴിക്കുമ്പോൾ ആ ഒരു ബ്രാഹ്മിൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കമ്മ്യൂണിറ്റി തന്നെ, ആ ഒരു കാസ്റ്റിൽ പെട്ട കമ്മ്യൂണിറ്റി അല്ല സോറി ആ ഒരു കാസ്റ്റിൽ പെട്ട ആൾക്കാരെ തന്നെ കല്യാണം കഴിക്കുക. അതിന്റെ പുറത്തുനിന്ന് കല്യാണം കഴിക്കാൻ അനുവാദമില്ലാത്ത ആ ഒരു റൂള്, അതാണ് ആ ഒരു സിസ്റ്റം. അതാണ് ആ ഒരു സിസ്റ്റത്തിലൂടെയാണ് അവരെന്ത് ജാതി സിസ്റ്റത്തിന്റെ ആ ഒരു ജാതി സിസ്റ്റം ഫോളോ ചെയ്യുന്നത് അങ്ങനെയാണെന്നാണ് പറയുന്നത്. അതായത് പുറത്ത് നിന്നുള്ള ആ ഒരു ബ്രാഹ്മിൻ ആ ഒരു കാസ്റ്റിന്റെ പുറത്ത് നിന്ന് അവര് വിവാഹം കഴിച്ചാല് അവര് ആ ഒരു കാസ്റ്റ് സിസ്റ്റത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു കുടുംബത്തിൽ തന്നെ
അവരെ പുറത്താക്കുന്ന അവസ്ഥകളൊക്കെ നമ്മൾ വായിക്കാറുണ്ട് ല്ലേ? അവരെ അടിച്ചു കൊന്നു. പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ന്യൂസൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു ജാതി വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് കാണിച്ചത്. അപ്പൊ ഈ ഒരു കിൻഷിപ്പ് എന്ന് പറഞ്ഞ ആ ഒരു സിസ്റ്റം അതങ്ങനെ തന്നെ പോകും. അതായത് ബ്രാഹ്മിൻസ് അങ്ങനെ എന്നും ബ്രാഹ്മിൻസ് ആയിട്ട് പോകും. അത് ജനറേഷൻ അങ്ങനെ ഒരു ജനറേഷൻ കഴിഞ്ഞാൽ അടുത്ത ജനറേഷൻ അവർ എന്നും ബ്രാഹ്മിൻസ്. പിന്നെ ശൂദ്രാസ് എന്നും ശൂദ്രാസ്. അവർ എത്ര കാലം കഴിഞ്ഞാലും അങ്ങനെ തന്നെ. ആ ഒരു സിസ്റ്റം വരുന്നത് എങ്ങനെയാണ്? ഈ ഒരു ജാതി എൻഡോഗമിയിലൂടെയാണെന്നാണ് പറയുന്നത്. The influence of kinship and the Jadi system restricts the social mobility and confines people to groups identified by the past more than the present. അപ്പൊ എങ്ങനെയാണ് പറയുന്നത്? അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യം തന്നെയാണത്. അതുകൊണ്ട് എന്താണ് ചെയ്യുന്നത്? ഈ ഒരു ജാതി സിസ്റ്റം വർക്ക് ചെയ്യുന്നതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? അതൊരു സോഷ്യൽ മൊബിലിറ്റിനെ റെസ്ട്രിക്ട് ചെയ്യാണ് ല്ലേ? അതായത് സുഖമായിട്ടുള്ള ആളുകൾ തമ്മിലുള്ള ആ ഒരു ഇന്ററാക്ഷനെയും ആ ഒരു റിലേഷൻഷിപ്പിനെയൊക്കെ അതെന്താണ് തടയാണ്. അതുപോലെ തന്നെ എന്താണ് പീപ്പിളിനെ ഇങ്ങനെ ഗ്രൂപ്പ് ആക്കി വെക്കുകയാണ്. അതായത് ഇപ്പോ ബ്രാഹ്മിൻസ് ഇവര് ക്ഷത്രിയാസ്, ഇവര് ശൂദ്രാസ്, ഇവർക്ക് ഇന്നത് മാത്രമേ ഫോളോ ചെയ്യാൻ പാടുള്ളൂ, ഇവര് തമ്മിൽ ഇങ്ങനെയൊന്നും നടക്കാൻ പാടില്ല. അങ്ങനെയുള്ള ഒരു സോഷ്യൽ മൊബിലിറ്റി, അതായത് ഫ്രീ ആയിട്ടുള്ള സൊസൈറ്റിയുടെ ആ ഒരു മൂവ്മെന്റ് അതിനെ തടയാണ് ഈ ഒരു ജാതി സിസ്റ്റം ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ദിസ് പെർസെപ്ഷൻ ഓഫ് പാസ്റ്റ് ഹാസ് ബീൻ ചേഞ്ചിങ് ഓവർ ദ ഇയേഴ്സ്. അതായത് ഒരുപാട് വർഷങ്ങൾ നമുക്കറിയാം ഇപ്പൊ ഒരുപാട് ഈ ഒരു സിസ്റ്റങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. പെർട്ടിക്കുലർലി സിൻസ് ദ എൻഡ് ഓഫ് 19th സെഞ്ച്വറി. അന്ന് മുതൽ നമ്മുടെ നാഷണൽ ലീഡേഴ്സ് ഒക്കെ ഇന്ത്യയെ ഒരു നാഷനായിട്ട് രൂപപ്പെടുത്താൻ ശ്രമിച്ചതിന്റെ ഭാഗമായിട്ട് ഇന്ത്യ നാഷനായിട്ടും ഒരു നാഷൻ സ്റ്റേറ്റ് ആയിട്ടൊക്കെ മാറിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ജാതി സിസ്റ്റം ഒക്കെ എടുത്തു കളഞ്ഞിട്ട് ഇന്ത്യ ഒരു സെക്കുലർ സ്റ്റേറ്റ് ആയിട്ടാണ് ഇന്ത്യ ഇപ്പോൾ ഉള്ളത്. അതുപോലെ തന്നെ ഓരോ സ്റ്റേറ്റിനെയും രൂപപ്പെടുത്തിയിട്ടുള്ളത് ഒരുപാട് ഐഡന്റിറ്റീസ് നോക്കിയിട്ടാണ്. റിലീജിയസ് ആൻഡ് സോഷ്യൽ ഐഡന്റിറ്റീസ് നോക്കിയിട്ടാണ് നമ്മളൊരു സ്റ്റേറ്റിനെ രൂപപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, പിന്നെ എങ്ങനെയാണ് ഇന്ത്യക്ക് ഈ ഒരു പ്രത്യേകതകളൊക്കെ വന്നിട്ടുള്ളത്? എങ്ങനെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഡൈവേഴ്സിറ്റീസ് വന്നത്, അതായത് ഇന്ത്യയുടെ ആ ഒരു ഇമ്മിഗ്രന്റ് റൂൾ ഉണ്ടായിരുന്നല്ലോ. ഒരുപാട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരുപാട് ഇൻവേഡേഴ്സ്, അതുപോലെ തന്നെ നമ്മൾ കൊളോണിയൽ റൂളിലായിരുന്നു ബ്രിട്ടീഷുകാരുടെ. അപ്പൊ സ്വാഭാവികമായിട്ടും അവരുടെ ഒക്കെ ഒരു കൾച്ചറൽ അസിമിലേഷൻ ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. ഈ ഒരു കൾച്ചറൊക്കെ കൂടിയിട്ട് അവരൊക്കെ തന്നിട്ട് പോയിട്ടുള്ള ഒരുപാട് കൾച്ചറൽ എലമെന്റ്സ് നമ്മുടെ കൾച്ചറിൽ ഇപ്പോഴും ഉണ്ട്. അത് നമ്മൾ ഇപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഇന്ത്യയുടെ സിവിലൈസേഷൻ നമ്മൾ ഇന്ന് കാണുന്ന ആ ഒരു രൂപത്തിൽ, ആ ഒരു ഡൈവേഴ്സ് ആയിട്ടുള്ള ആ ഒരു രൂപത്തിൽ കാണപ്പെടാനുള്ള ഒരു കാരണത്തിൽ ഈ ഒരു ഇമ്മിഗ്രന്റ് റൂളിനും, ഇമ്മിഗ്രൻസ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വന്നവര്, ഓക്കെ, ഈ ബ്രിട്ടീഷുകാരൊക്കെ ഇങ്ങോട്ട് വന്നവരാണല്ലോ, അവരുടെ ആ ഒരു റൂളിലൂടെ നമ്മൾ ഒരുപാട് കൾച്ചറലായിട്ട് ഒരുപാട് നമ്മൾ അവരുടെ അടുത്തുനിന്ന് വാങ്ങിയിട്ടുണ്ട്, നമ്മൾ അവർക്ക് ഒരുപാട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് പറയുന്നത് കൾച്ചറൽ അസിമിലേഷൻ ആൻഡ് അബ്സോർപ്ഷൻ ഓഫ് എലമെന്റ്സ് എന്ന് പറയുന്നത് അവരുടെ അടുത്ത് നമ്മൾ അബ്സോർബ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ത്യനെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, 1 മിനിറ്റ്. അപ്പൊ നമ്മളിപ്പോ എന്താണ് നോക്കിയത്? ഇന്ത്യ ഒരു കൾച്ചറൽ ആൻഡ് സ്ട്രക്ചറൽ പെർസ്പെക്റ്റീവിൽ ഇന്ത്യ എങ്ങനെയാണെന്നുള്ളതായിരുന്നു നമ്മൾ നോക്കിയത്. ഇനിയൊരു ചെറിയ പോയിന്റ് കൂടിയാണ് നമുക്കുള്ളത്, ചെറിയൊരു ടോപ്പിക് കൂടിയാണ് നമുക്ക് ബാക്കിയുള്ളത്. ഇത് ലാസ്റ്റ് ടോപ്പിക്കാണ്. ഇത് കൂടി കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ കഴിഞ്ഞു. അങ്ങനെയാണ് ഡിസ്കോഴ്സസ് ഓൺ ഇന്ത്യ സിവിലൈസേഷണൽ യൂണിറ്റി. അപ്പോൾ ഇന്ത്യയുടെ, നമ്മളിപ്പോൾ ഈ ചാപ്റ്ററിൽ മൊത്തമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത് യൂണിഫൈഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയാണ്. ഇന്ത്യയുടെ സിവിലൈസേഷൻ എന്ന് പറയുന്നത് യൂണിഫൈഡ് ആയിട്ടുള്ള ഐഡന്റിറ്റി ഫോളോ ചെയ്യുന്ന ഒരു സൊസൈറ്റി ആണെന്നാണ് പറയുന്നത്.
ഓക്കെ. വൺ മിനിറ്റ്. ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞു ഇന്ത്യ ഒരു യൂണിഫൈഡ് ആയിട്ടുള്ള ഒരു ഐഡന്റിറ്റി ഫോളോ ചെയ്യുന്ന ഒരു സൊസൈറ്റി ആണെന്ന് പറഞ്ഞു. എന്നാൽ എല്ലാ ആളുകളും അല്ലെങ്കിൽ എല്ലാ ചിന്തകന്മാരും ഈ ഒരു ഇന്ത്യയുടെ ആ ഒരു യൂണിഫൈഡ് ഐഡന്റിറ്റിയിൽ എന്താണ് അത് അങ്ങനെ ഉൾക്കൊള്ളുന്ന ആളുകളല്ല. ഐ മീൻ ദ യൂണിഫൈഡ് ഐഡന്റിറ്റി ഓഫ് ഇന്ത്യൻ സിവിലൈസേഷൻ ഈസ് എ മാറ്റർ ഓഫ് ഡിസ്കഷൻ ആൻഡ് ഡിബേറ്റ്. ഈ ഒരു ഇന്ത്യ ഒരു എന്താണ് സിവിലൈസ്ഡ് ആയിട്ടുള്ള ഒരു യൂണിഫൈഡ് ആയിട്ടുള്ള ഒരു സിവിലൈസേഷൻ ഇന്ത്യക്ക് ഉണ്ട് എന്ന് പറയുന്നതിൽ ഒരുപാട് ഡിബേറ്റുകൾ ഉണ്ട്, അതിന് ഒരുപാട് എതിർവാദങ്ങൾ ഉണ്ട്, അതിന് ഒരുപാട് ക്രിറ്റിസിസംസ് ഉണ്ട്. അപ്പൊ അതാണ് നമ്മൾ പ്രധാനമായിട്ടും 3 ക്രിറ്റിസിസംസ് ആണ് വരുന്നത്. ഓക്കെ. അപ്പോ എംബ്രി എന്ന് പറയുന്ന ആ ഒരു ഫിലോസഫർ പ്രധാനപ്പെട്ട 3 വ്യൂസിനെ പറയുന്നുണ്ട് ഇവിടെ. അതായത് ഇന്ത്യ ഒരു സിവിലൈസേഷണൽ യൂണിറ്റി ആണ് എന്ന് പറയുന്നതിനെ അംഗീകരിക്കുന്നവരുണ്ട്, അംഗീകരിക്കാത്തവരുണ്ട്. എന്നാൽ ഇന്ത്യ യൂണിഫൈഡ് അല്ല, യൂണിഫൈഡ് മാത്രമല്ല, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി ആണ്, അതായത് യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി ആണ് ഇന്ത്യയിലുള്ളത് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അങ്ങനെ 3 വിഭാഗമാണ്. അതായത് ദോസ് ഹു ഡിനൈ ദ യൂണിറ്റി ഓഫ് ഇന്ത്യൻ സിവിലൈസേഷൻ, പിന്നെ ആരാണ്, ഇന്ത്യ ഒരു ഓൾ എൻകംപാസിങ് സിവിലൈസേഷൻ ആൻഡ് യൂണിഫൈഡ് എൻറ്റിറ്റി ആണെന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. പിന്നെ 3ാമത്തെ വിഭാഗം എങ്ങനെയാണ്, ഫസ്റ്റിലെ പോയിന്റും 2ാമത്തെ പോയിന്റും കൂടി കൂട്ടിച്ചേർത്തിട്ടുള്ള ഒരു ഇന്ത്യ എന്താണ്, യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി, ഇന്ത്യയിൽ യൂണിറ്റി ഉണ്ട് ഡൈവേഴ്സിറ്റി ഉണ്ട് എന്ന് പറയുന്ന 3ാമത്തെ ഒരു വിഭാഗം. അങ്ങനെ 3 വ്യൂസ് ആണ് ഉള്ളത് ഈ ഒരു ഡിബേറ്റിനെയും ഡിസ്കഷനെയും നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പൊ എന്താണ്, 1ാമത്തെ വിഭാഗം എന്താ പറയുന്നത്, അതായത് ഇന്ത്യ ഒരു യൂണിഫൈഡ് ആയിട്ടുള്ള ഒരു സിവിലൈസേഷൻ ഒന്നും ഇന്ത്യക്കില്ല എന്നാണ് ഫസ്റ്റ് വ്യൂ പറയുന്നത്. അങ്ങനെയുള്ള ആ ഒരു വ്യൂ ഫോളോ ചെയ്യുന്ന ആളുകൾ, സ്പേറ്റ് എന്ന് പറയുന്നത്, ദ അഡ്വക്കേറ്റ്സ് ഓഫ് ദ ഫസ്റ്റ് വ്യൂ ആർ ദോസ് ഹു ഫോളോ സ്പേറ്റ് എന്ന് പറയുന്നത് ഒരു ഹിസ്റ്റോറിയൻ ആട്ടോ. ഹിസ്റ്റോറിക്കലി ഇന്ത്യ ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഓഫ് പെരിനിയൽ ഓർ ന്യൂക്ലിയർ റീജിയൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇന്ത്യ ഒരുപാട് എന്താണ് ന്യൂക്ലിയർ സോൺസ് ഒക്കെ ഉള്ള ഒരു കൺട്രി ആണെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ എങ്ങനെയാണ് ഇന്ത്യക്ക് ഒരു യൂണിഫൈഡ് ആയിട്ട് നിലനിൽക്കാൻ കഴിയുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ന്യൂക്ലിയർ റീജിയൻസിന് എന്താണ് പ്രത്യേകത, ഓരോ ന്യൂക്ലിയർ റീജിയനും ഓരോ സ്വഭാവത്തിലുള്ളതാണ്. അപ്പോൾ ഇന്ത്യയുടെ ഒരു നാച്ചർ എന്ന് പറയുന്നത് ഒരിക്കലും യൂണിഫൈഡ് അല്ല എന്നാണ് ഈ ഒരു ഫസ്റ്റ് വ്യൂവിന്റെ ആൾക്കാർ പറയുന്നത്. അവർ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് ആണ് റീജിയണലിസം എന്ന് പറയുന്നത്. റീജിയണലിസം എന്ന് പറയുമ്പോൾ എന്താണ്, according to this, India is a land of numerous regions and hence it would be wrong to perceive people residing here as Indians. Okay, ഇന്ത്യനെ ഒരു യൂണിഫൈഡ് ആയിട്ടുള്ള ഒരു കൺട്രി എന്ന് കാണുന്നതിന് പകരം ഇന്ത്യനെ എന്താണ് ഡിസ്റ്റിങ്റ്റീവ് ആയിട്ട് തന്നെ കാണാനാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് അവർ റീജിയണലിസം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റ് ഫോളോ ചെയ്തിട്ടുള്ളത്. റീജിയണലിസം എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് എന്താണെന്നാണ് ഈ ഒരു ബ്രാക്കറ്റിൽ പറയുന്നത് കേട്ടോ. അതായത് ഇന്ത്യ എന്ന് പറയുന്നത് ഒരുപാട് ന്യൂമറസ് ലാൻഡ് ഓഫ് ന്യൂമറസ് റീജിയൻസ് ആണ്. അതുപോലെ തന്നെ ഇന്ത്യക്കാരെ മൊത്തമായിട്ട് ഇന്ത്യൻസ് എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ ഐഡന്റിറ്റി കൊടുത്തിട്ട് ഒരൊറ്റ ഗ്രൂപ്പ് ആക്കുന്നത് ഒരു റോങ് ആയിട്ടുള്ള ഒരു രീതിയാണെന്നാണ് ഇവർ പറയുന്നത്. ഇപ്പൊ രണ്ടാമത്തെ വ്യൂവിന്റെ ആൾക്കാർ എന്താ പറയുന്നത്, അവര് ഇന്ത്യ ഒരു രണ്ടാമത്തെ വ്യൂവിന്റെ ആൾക്കാർ എന്താ പറയുന്നത്, ഇന്ത്യ ഒരു യൂണിഫൈഡ് ആയിട്ടുള്ള ഒരു കൺട്രി ആണെന്ന് തന്നെയാണ് പറയുന്നത് അല്ലേ? അതെ, ആൾ എൻകംപാസിങ് സിവിലൈസേഷൻ ആൻഡ് യൂണിഫൈഡ് എൻറ്റിറ്റി. അവരെന്താ പറയുന്നത് നോക്കാം. അവർ പറയുന്നത് എന്താണ്, ഫസ്റ്റ് വ്യൂവിൽ പറയുന്ന പോലെ തന്നെ ശരിയാണ്, ഇന്ത്യ സിഗ്നിഫിക്കൻസ് ഓഫ് ന്യൂക്ലിയർ റീജിയൻസ് തന്നെയാണ്. എന്നിരുന്നാലും എന്താണ്, ഇന്ത്യയിലെ ആളുകൾക്ക് മൊത്തത്തിൽ നമുക്ക് അറിയാൻ പറ്റില്ല, ഇന്ത്യക്കാർ എന്നുള്ള ഒരു വിഭാഗം ഉണ്ട്.
there exists reality of an all Indian civilization. അതായത് ഓൾ ഇന്ത്യൻ സിവിലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇന്ത്യൻ സിവിലൈസേഷൻ അല്ലെങ്കിൽ ഇന്ത്യ എന്നുള്ള ആ ഒരു വികാരം അതൊരു റിയാലിറ്റി തന്നെയാണ്. അതിപ്പോ നേരത്തെ ഫസ്റ്റ് വ്യൂവിൽ പറയുന്ന പോലെ ഒരുപാട് ഡിഫറൻസസ് ഉണ്ടെങ്കിൽ പോലും അതൊരു റിയാലിറ്റി തന്നെയാണ്. ഓക്കെ, they view colonial emphasis on regionalism as a misreading of Indian history. നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു റീജിയണലിസം എന്നുള്ള കൺസെപ്റ്റ് ഇന്ത്യൻ ഹിസ്റ്ററിയെ എന്താണ് കൊളോണിയൽ ചിന്തകന്മാരുടെ ഒരു തെറ്റായ വായനയാണ് റീജിയണലിസം എന്ന് പറയുന്നത്. അല്ലാതെ ഇന്ത്യ റീജിയണലിസം ഫോളോ ചെയ്യുന്ന അങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് അങ്ങനെ മാത്രമാണ് എന്ന് പറയാൻ കഴിയില്ല. ഇന്ത്യക്ക് ആ ഒരു എന്താണ് ആ ഒരു യൂണിറ്റി അല്ലെങ്കിൽ ആ ഒരു ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു വികാരം ഉണ്ട് എന്നാണ് അവർ പറയുന്നത്. പിന്നെ എംബ്രി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തിയറിസ്റ്റ് പറയുന്നതാണ് യൂണിറ്റി ഓഫ് ഇന്ത്യ ടു ദ ബ്രാഹ്മണിക്കൽ ഐഡിയോളജി ആൻഡ് ട്രഡീഷൻ വിച്ച് ഈസ് എ പെർവേസീവ് ഫോഴ്സ് വിത്ത് ദ ഹിന്ദുസ് ഹു ഫോം ദ മെജോറിറ്റി ഓഫ് ഇറ്റ്സ് പോപ്പുലേഷൻ. ഇന്ത്യയിലുള്ള ഒരു പോപ്പുലേഷനിൽ ആരാണുള്ളത്? മെജോറിറ്റി ഹിന്ദുസ് ആണ് അല്ലേ? അപ്പം അത് ഹിന്ദുയിസം ഫോളോ ചെയ്യുന്ന ആളുകൾ മെജോറിറ്റി ആയതുകൊണ്ട് തന്നെ അവർ ഫോളോ ചെയ്യുന്ന ആ ഒരു ബ്രാഹ്മണിക്കൽ ഐഡിയോളജി ആൻഡ് ട്രഡീഷൻ അതന്നെയാണ് ഇന്ത്യയുടെ ആ ഒരു മെജോറിറ്റി കൾച്ചർ എന്ന് പറയുന്നത്. അപ്പൊ പിന്നെ എന്തായാലും ഇന്ത്യക്ക് ആ ഒരു യുണീക്ക് ആ ഒരു ഫീച്ചർ അല്ലെങ്കിൽ ആ ഒരു സെയിം ഐഡിയോളജിയും ട്രഡീഷനും ഒക്കെ ഫോളോ ചെയ്യുന്ന ആ ഒരു നാച്ചർ ഉണ്ടായത് കൊണ്ട് തന്നെ ഇപ്പൊ നേരത്തെ പറഞ്ഞ ആ ഒരു ജാതി സിസ്റ്റം ആ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ആ ഒരു ഐഡിയോളജി ആ ഒരു ട്രഡീഷൻ ഫോളോ ചെയ്യുന്ന ആളുകളാണ് ഇന്ത്യയിലുള്ള മെജോറിറ്റി ആളുകളും. അപ്പൊ ഇന്ത്യക്ക് ആ ഒരു യുണീക്ക് ആയിട്ടുള്ള ആ ഒരു ഫീച്ചർ അത് വരുന്നത് ഈ ഒരു ഹിന്ദുയിസം എന്നുള്ള ആ ഒരു ഐഡിയോളജി പിന്നെ അതിന്റെ ടെക്സ്റ്റുകൾ ആ ഒരു ഹിന്ദുയിസത്തിന്റെ ടെക്സ്റ്റുകൾ പറയുന്നതാണ് ഈ ഒരു ബ്രാഹ്മണിക്കൽ ഐഡിയോളജി ട്രഡീഷൻ ഒക്കെ ഹിന്ദുയിസത്തിന്റെ ആ ഒരു ട്രഡീഷണൽ ടെക്സ്റ്റുകൾ ഫോളോ ചെയ്യുന്ന ആ ഒരു നേരത്തെ പറഞ്ഞ ആ ഒരു കാസ്റ്റ് സിസ്റ്റം ആ ഒരു സിസ്റ്റം ആണല്ലോ. അപ്പൊ ആ ഒരു സിസ്റ്റം ഫോളോ ചെയ്യുന്ന ആളുകളാണ് മെജോറിറ്റി ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ആ ഒരു ഓൾ ഇന്ത്യൻ നാച്ചർ അത് ഉണ്ട്. ഓൾ ഇന്ത്യൻ സിവിലൈസേഷൻ എന്ന് പറയുന്ന ആ ഒരു നാച്ചർ ഉണ്ട്. അത് അങ്ങനെ വരുന്നതിന് കാരണക്കാരനായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ഈ ഒരു ബ്രാഹ്മണിക്കൽ ഐഡിയോളജി ആൻഡ് ട്രഡീഷൻ. അതുകൊണ്ട് കൂടി നമുക്ക് എന്ത് പറയാം, ഇന്ത്യ ഒരു ഓൾ ഇന്ത്യൻ സിവിലൈസേഷൻ ആണെന്നുള്ളത് ഇന്ത്യന്റെ കാര്യത്തിൽ പറയാം എന്നുള്ളത് എംബ്രി പറയാണ്. ഓക്കെ, തേർഡ് വ്യൂ എന്താണ് പറയുന്നത്? നമ്മൾ പറഞ്ഞു ഫസ്റ്റ് വ്യൂവും സെക്കൻഡ് വ്യൂവും കൂടി ചേർന്നിട്ടുള്ള ഒരു വ്യൂ ആണെന്ത് മൂന്നാമത്തെ വ്യൂ എന്ന് പറയുന്നത്. മൂന്നാമത്തെ വ്യൂ എന്താണ്? യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി. ഇന്ത്യയിൽ യൂണിറ്റി മാത്രമാണെന്ന് ഫസ്റ്റ് വ്യൂക്കാർ പറയുമ്പോൾ ഇന്ത്യയിൽ യൂണിറ്റി മാത്രമാണെന്ന് സെക്കൻഡ് വ്യൂക്കാർ പറയുന്നു. ഇന്ത്യയിൽ ഡൈവേഴ്സിറ്റി മാത്രമാണെന്നുള്ളത് ഫസ്റ്റ് വ്യൂവിന്റെ ആൾക്കാർ പറയുന്നു. എന്നാൽ ഇത് രണ്ടും ഇന്ത്യയിൽ ഉണ്ട് എന്നാണ് തേർഡ് വ്യൂവിന്റെ ആൾക്കാർ പറയുന്നത്. തേർഡ് വ്യൂ സേസ് ഇന്ത്യൻ സിവിലൈസേഷൻ ആസ് ഡിസ്പ്ലേയിങ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി finds one of the earliest expression in the historian Vincent Smith's Oxford History of India. അപ്പൊ ഇത് എന്താണ്? ഒരു ടെക്സ്റ്റ് ആണ്. വിൻസെന്റ് സ്മിത്തിന്റെ ഓക്സ്ഫോർഡ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു ബുക്കിൽ ഈ ഒരു യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന ആ ഒരു കാര്യത്തെ കുറിച്ച് പറയുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. ഇതാണ് എന്ത് പിന്നെ ദിസ് ടേക്കൺ ആസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ബേസ് ടു അണ്ടർസ്റ്റാൻഡ് ഇന്ത്യൻ സിവിലൈസേഷൻസ് യുണീക്ക്നെസ് ആൻഡ് ഡിസ്റ്റിങ്റ്റീവ്നെസ് ഫ്രം അതർ വേൾഡ് കൾച്ചേഴ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ഒരു അപ്രോച്ചിൽ ഇന്ത്യൻ കൾച്ചറിനെ നമ്മൾ മറ്റു വേൾഡ് കൾച്ചേഴ്സുമായിട്ട് കമ്പയർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്, ഇന്ത്യൻ സൊസൈറ്റിയുടെ ഒരുപാട് യുണീക്ക് ഫീച്ചേഴ്സ് ഡിസ്റ്റിങ്റ്റീവ് ഫീച്ചേഴ്സ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതെന്തുകൊണ്ടാണ്? ഈ ഒരു ഡിസ്റ്റിങ്റ്റീവ്നെസ്സും ഉണ്ട് യുണീക്നെസ്സും ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു യൂണിഫൈഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇന്ത്യൻ സൊസൈറ്റി എങ്ങനെയാണ് നമുക്ക് യൂണിഫൈഡ് ആണെന്ന് പറയാൻ പറ്റുക? യൂണിഫൈഡ് മാത്രമാണെന്ന് എങ്ങനെ പറയാൻ പറ്റുക? ഡൈവേഴ്സിറ്റീസ് മാത്രമാണെന്ന് എങ്ങനെ പറയാൻ പറ്റുക? രണ്ടും കൂടിയുള്ള ഒരു സ്വഭാവങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി അതാണ് ഇന്ത്യയിലുള്ളത്. യൂണിറ്റി ഉണ്ട്, ഡൈവേഴ്സിറ്റി ഉണ്ട്. ഡൈവേഴ്സിറ്റികൾക്കിടയിൽ ഒരു യൂണിറ്റി ഇന്ത്യ ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു മൂന്നാമത്തെ വ്യൂ പറയുന്നത്. അപ്പോൾ
ഇതാണ് പ്രധാനപ്പെട്ട 3 വ്യൂസ്. ഡിസ്കോഴ്സസ് ഓൺ ഇന്ത്യ സിവിലൈസേഷണൽ യൂണിറ്റി. ഇന്ത്യയുടെ ആ ഒരു സിവിലൈസേഷണൽ യൂണിറ്റിയെ കുറിച്ച് പറയുന്ന പ്രധാനപ്പെട്ട 3 വ്യൂകളാണ് നമ്മൾ ഇപ്പോൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തത്. ഈ ഒരു ചാപ്റ്റർ ഇവിടെ കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. പ്രധാനപ്പെട്ട ഇതിലുള്ള ടോപ്പിക്സ് വരുന്നത് ഈ 4 അപ്രോച്ചുകൾ, കോഹന്റെ 4 അപ്രോച്ചുകൾ ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ്. പിന്നെ ഈ ഒരു പ്രധാനപ്പെട്ട 3 ജോഗ്രഫിക്കൽ സോൺസ്, പിന്നെ ഇന്ത്യ എങ്ങനെ നമുക്ക് സ്ട്രക്ചറലി ആൻഡ് കൾച്ചറലി പഠിക്കാം എന്നുള്ളതാണ് പിന്നെ അടുത്ത ടോപ്പിക്ക്. ലാസ്റ്റ് ടോപ്പിക്ക് വരുന്നത് ഇന്ത്യയുടെ സിവിലൈസേഷണൽ യൂണിറ്റിയെ കുറിച്ചിട്ടുള്ള 3 വ്യൂസ്. ആ ഒരു വ്യൂസ്, ഓരോ വ്യൂവും എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ് വരുന്നത്. ഇത്രയുമാണ് ഫസ്റ്റ് ചാപ്റ്റർ. ഫസ്റ്റ് ചാപ്റ്റർ സിമ്പിൾ ആണ്. ഈ ഒരു പേപ്പറിന്റെ ഒരു ഇൻട്രോ ആണ് മൊത്തത്തിൽ ഈ ഒരു ചാപ്റ്റർ. ഇനി ഇതിന്റെ ഒരു ഇലാബറേഷൻ ആയിരിക്കും ഇനി വരുന്ന യൂണിറ്റുകളിലും ഇനി വരുന്ന ബ്ലോക്സിലും ഒക്കെ ഉണ്ടായിരിക്കാം. ഓക്കെ, അത് നമുക്ക് വഴിയെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.